അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചേക്കുന്ന ഒരു വിഷയം വിവേകാനന്ദ വിജയം തന്നെയാണ്. വിവേകാനന്ദ വിജയം, വിവേകാനന്ദ ദിഗ്വിജയം, അല്ലെങ്കിൽ വിവേകാനന്ദനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു പല കാര്യങ്ങൾ. ഇതിനെപ്പറ്റി ഞങ്ങളിൽ ഈ ഒരു ട്രെയിനിങ് നേരിട്ടുള്ളവർ, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെപ്പറ്റി, സ്വാമിജിയെ പറ്റി പഠിച്ചിട്ടുള്ളവർ തമ്മിൽ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരുപാട് ചിരിക്കാറുണ്ട്. അത് ചിരിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വെച്ചാൽ, ഇന്ത്യ മൊത്തം പല സ്റ്റേറ്റുകളിലും നമ്മൾ പോകുമ്പോൾ വിവേകാനന്ദനെ എല്ലാവർക്കും അറിയാം. വിവേകാനന്ദൻ വിജയിക്കാനുള്ള കാരണത്തെ പലർക്കും അറിയില്ല. കേരളം എടുത്താലും കേരളത്തിലെ യുവാക്കൾ, പ്രത്യേകിച്ച് നമ്മൾ അഭിസംബോധന ചെയ്യാറുള്ളത് യുവാക്കളെയാണ്. കേരളത്തിലെ യുവാക്കളെ അഭിസംബോധന ചെയ്യുമ്പോൾ, കുട്ടികളുമായി അടുത്ത് ഇടപഴകുമ്പോൾ, പിന്നെ കുറെ മുതിർന്നവരുമായിട്ടും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ എന്ന് പറഞ്ഞാൽ ഞാനല്ല കേട്ടോ, നമ്മൾ കളക്റ്റീവ്, നമ്മളെന്ന പദപ്രയോഗമാണ് എന്നെ രാമകൃഷ്ണ മഠത്തിൽ നിന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ആ ഒരു വിജയത്തിന്റെ കാര്യത്തെ, അല്ലെങ്കിൽ വിജയത്തിന്റെ കാരണത്തെ, മൂലമായിട്ടുള്ള മൂല്യത്തെ പറ്റി പലപ്പോഴും അറിയാറില്ല. എല്ലാ പ്രഭാഷണങ്ങളും തുടങ്ങാറുള്ളത് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ വിവേകാനന്ദ വിജയം എന്ന് പറയുന്ന ആ വിഷയം ഞങ്ങൾക്ക്, അല്ലെങ്കിൽ ഇനി മുതൽ നമ്മൾക്ക് മറ്റൊരു പേരോട് കൂടി മനസ്സിൽ നമ്മൾ കുറിച്ചെടുത്ത് കൊണ്ടുപോകണം. ഇത് ശ്രീരാമകൃഷ്ണ വിജയമാണ്. വിവേകാനന്ദ വിജയം എന്ന് പറഞ്ഞാൽ ശ്രീരാമകൃഷ്ണ വിജയമാണ്. മനസ്സിലാക്കണം നിങ്ങൾ ഓരോരുത്തരും. ഞാൻ ഇവിടെ എക്സലൻസ് ആയിട്ടുള്ള, മഹാരഥന്മാരായിട്ടുള്ള പലരും ഒന്ന് സംസാരിച്ചൊരു വേദിയാണ്. ആ വേദിയിൽ കുറച്ചുകൂടി പെരുമ്പാവൂരുകാരനായതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നിങ്ങളുടെ അയൽപക്കത്തുള്ള ഒരാളായിട്ട് സംസാരിക്കുവാനാണ് കൂടുതൽ താല്പര്യം. അതുകൊണ്ടാണ് ഇത്ര വളരെ കാഷ്വലി സംസാരിക്കുന്നത്. എത്ര പേർക്ക്, നമ്മൾ ഓരോരുത്തരും സ്വയം ഒന്ന് ചിന്തനം ചെയ്താൽ, എത്ര പേർക്ക് ശ്രീരാമകൃഷ്ണനെ പറ്റി അറിയാം, ശ്രീരാമകൃഷ്ണ ദേവനെ പറ്റി അറിയാം? അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണ ദേവനെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എത്ര നാളായിട്ട് നമുക്ക് ശ്രീരാമകൃഷ്ണ ദേവനെ പറ്റി അറിയാം? അമ്മയെല്ലാം ചിരിക്കുന്നു. അതെ, അമ്മയ്ക്കൊക്കെ അറിയാവുന്ന പരമാർത്ഥമായ കാര്യം. ശ്രീരാമകൃഷ്ണ ദേവന്റെ ഒരു പടം കാണിച്ച് ഞാനൊരു കുട്ടിയുടെ അടുത്ത്, മുതിർന്ന കുട്ടി എന്ന് പറഞ്ഞാലും ഒരു 10-18 വയസ്സുള്ള ഒരാളുടെ അടുത്ത് ചോദിച്ചു, ഇതാരാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ മറുപടിയൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്വയം നാണിച്ചു പോകും. വിവേകാനന്ദനെ മനസ്സിലായി, കൈകെട്ടി നിൽക്കുന്ന ആൾ, അത്രേ അറിയുള്ളൂ, അത്രയെങ്കിലും അറിഞ്ഞല്ലോ. പക്ഷെ തൊട്ടി അടുത്തിരുന്ന ആള് അത് ആരാന്ന് മനസ്സിലായില്ല. ആ നടുക്കിരിക്കുന്നത് ആരാണത്? ഇത് പറയാൻ കാരണം, വിവേകാനന്ദ വിജയം നമ്മൾ ഇപ്പോൾ നടത്തുന്നു. നമ്മൾ മുന്നോട്ട് നടത്തുമ്പോൾ തീർച്ചയായിട്ടും വിവേകാനന്ദ വിജയത്തിൽ നിന്ന് ശ്രീരാമകൃഷ്ണ വിജയത്തിലോട്ട് നമ്മുടെ വിഷയം മാറണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ആഗ്രഹമായിരിക്കരുത്, ഓരോരുത്തരുടെയും ആഗ്രഹമല്ല, അത് സ്വാമി വിവേകാനന്ദന്റെ ആഗ്രഹം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഏതൊന്നിലാണോ എനിക്ക് സത്യം മറ്റുള്ളവരിലോട്ട് എത്തിക്കുവാൻ സാധിക്കുന്നത്, ആ സത്യം എത്തിക്കുവാൻ സാധിക്കുന്നത് ഏതൊന്നാണോ അതിൻ്റെ ശക്തി എൻ്റെ ഗുരുനാഥനാണ്. ഏതൊന്നിലാണോ എനിക്ക് അബദ്ധങ്ങൾ പറ്റുന്നത്, അത് ഞാൻ സ്വയം ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ആ വാക്കുകളൊന്ന് കടമെടുക്കുന്നു. ഇവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ ഏതൊന്നാണോ സത്യമായി, നിർമ്മലതയോടുകൂടി, പൂർണ്ണമായ നിസ്വാർത്ഥതയോടുകൂടി, സത്യസന്ധതയോടുകൂടി എനിക്ക് പറയാൻ സാധിക്കുന്നത്, അത് അദ്ദേഹത്തിൻ്റെ ഉപകരണമായി പറയുന്നതാണ്. ഏതൊന്നിലാണോ എനിക്ക് അബദ്ധങ്ങൾ പറ്റുന്നത്, അവിടെ ഞാൻ എനിക്കാ ഉദ്ദേശം, നമ്മൾ ഉദ്ദേശിച്ചില്ല കേട്ടോ. എനിക്ക് ഈഗോയ്ക്ക് അബദ്ധം പറ്റുന്നത് അത് ഞാൻ കൂട്ടിച്ചേർത്തതാണ്.
ഇത് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. ഇതിവിടെ പറയാൻ കാരണം സ്വാമി വിവേകാനന്ദനും ശ്രീരാമകൃഷ്ണനും തമ്മിൽ ഭേദമില്ല. ദേ ആർ വൺ. അവര് ഒന്നാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ എന്ത്? ശ്രീരാമനും ശ്രീരാമനും ഹനുമാനും, നിങ്ങൾക്കറിയാം, ശ്രീരാമനും ഹനുമാനും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. അപ്പം നമ്മൾ കുട്ടികളോടൊക്കെ പറയുമ്പോൾ കാണുമ്പോൾ ഒക്കെ വ്യത്യാസമുണ്ട്. ചൈതന്യത്തിന് ഒരു വ്യത്യാസമില്ല. കുറച്ചുകൂടി എടുത്തു പറഞ്ഞാൽ, കുറച്ചുകൂടി കടന്നു പറഞ്ഞാൽ, ഭഗവാൻ കൃഷ്ണനും രാധയും തമ്മിൽ വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ടോ? കാണുന്നതിൽ വ്യത്യാസമുണ്ട്, ഒരു ഭേദവുമില്ല. വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ രസകരമാണ്. വൃന്ദാവനത്തിലോട്ട് നമ്മൾ യാത്ര ചെയ്യുകയാണ്. വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെയെല്ലാം കറങ്ങി നടന്ന ആളുകളുമായി സംസാരിക്കുമ്പോൾ അവിടെ കൃഷ്ണനേക്കാളും കുറച്ചും കൂടിയും സ്വാമി, കൃഷ്ണനേക്കാൾ കുറച്ചും കൂടി അവിടെയുള്ള ഭക്തർക്ക് പ്രിയം രാധയാണ്. രാധേ രാധേ, അതെ, രാധേ രാധേ, രാധേ രാധേ ഗോവിന്ദ. നമുക്ക് നമ്മുടെ നാട് കൂടി എടുക്കാം, എന്നിട്ട് വിവേകാനന്ദനിലോട്ട് വരാം. നമ്മുടെ നാട്ടിൽ അഭേദ്യമായിട്ടുള്ള ഒന്നാണ്, ഭേദമില്ലാത്ത രണ്ട് സങ്കല്പങ്ങളാണ് അയ്യപ്പനും ശാസ്താവും. അല്ലേ? ആരാ ശാസ്താവ്? അയ്യപ്പൻ. ആരാ അയ്യപ്പൻ? ശാസ്താവ്. മുതിർന്നവർക്ക്, ഇതിനെപ്പറ്റി പഠിക്കുന്നവർക്ക്, സനീഷ് സ്വാമിയെ പോലെയുള്ള ആളുകൾക്ക്, എൻ്റെ ഗവേഷണം ഈ മേഖലയിലാണ്, അതുകൊണ്ടാണ് എടുത്ത് ആ കാര്യങ്ങൾ പറയുന്നത്. ഈ രണ്ട് ദേവതാ സങ്കല്പങ്ങളും രണ്ടാണ്, പക്ഷെ നമ്മൾക്ക് ഇപ്പോഴും അതൊന്നാണ്. നല്ലത് തന്നെ. പക്ഷേ ഒരിക്കൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഒരു കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഏതൊന്നിനെയാണോ നിങ്ങൾക്ക് പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച്, യൂസിങ് യുവർ 5 സെൻസസ്, നിങ്ങളുടെ സെൻസസ്, അല്ലെങ്കിൽ 6 സെൻസ് ഉണ്ടെന്ന് പറയുന്നു, അല്ലെ അതിൽ കൂടുതലുണ്ട് തീർച്ചയായിട്ടും. നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് എന്തിനെയാണോ അറിയാൻ സാധിക്കുന്നത്, ആ അറിഞ്ഞ കാര്യങ്ങളെല്ലാം രണ്ടാം തരാന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് അറിഞ്ഞ കാര്യങ്ങൾ രണ്ടാം തരമാണ്. ഏതൊന്നിനെയാണോ അറിയാത്തത് അതാണ് ഒന്നാം തരം. ഇത് എവിടെ പറഞ്ഞു? ഒരു ശിഷ്യൻ വിവേകാനന്ദനോട് പറഞ്ഞു, നോക്കൂ, അങ്ങേ എല്ലാവർക്കും അറിയാം. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ, പക്ഷെ അങ്ങയുടെ ഗുരുവിനെ ആർക്കും അറിയില്ല. അങ്ങേ എല്ലാവർക്കും അറിയാം, പക്ഷെ അങ്ങയുടെ ഗുരുവിനെ ആർക്കും അറിയില്ല. വിവേകാനന്ദൻ എന്തു പറഞ്ഞു? ഞാൻ എല്ലാവരും അറിയാവുന്ന ഒരാളാണല്ലോ, രണ്ടാം തര. ഗുരുവിനെ അറിയില്ലല്ലോ, ഒന്നാം തരമാണ്. ചെറിയൊരു ചോദ്യം. ഈ ഒരു സപ്താഹം സത്രങ്ങൾ അല്ലെങ്കിൽ സമാനമായിട്ടുള്ള മറ്റു പല വേദികളെല്ലാം പോയിട്ട് പുരാണങ്ങളെ പറ്റിയും ശ്രവണങ്ങളെ പറ്റിയും ശ്രുതികളെ പറ്റിയും എല്ലാം അറിവുള്ളവരാണ്. എത്ര പേര് ഞാൻ ഈ പറയുന്ന പേര് കേട്ടിട്ടുണ്ട് എന്ന് പറയണം. ചുമ്മാ ഒന്ന് കൈപോക്കണം. ഒരു ക്ലാസ് പോലെ ആവുന്നതിൽ തെറ്റില്ലല്ലോ. എത്ര പേര് മിലാദൻ എന്ന് കേട്ടിട്ടുണ്ട്? 1, 2. അമ്മ കേട്ടിട്ടുണ്ടോ? എനിക്ക് ഉറപ്പാ. മിലാദൻ. 3, 4 പേര് മിലാദൻ. അങ്ങനെ ഒരാളുണ്ടോ? മിലാദൻ, മിലാദ സ്തോത്രം, മിലാദൻ അറിയോ? മിലാദ ചരിതം എന്ന് പറഞ്ഞ ഒരു പുസ്തകം തന്നെയുണ്ട്. മിലാദ സ്തോത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്തോത്ര ശാഖ തന്നെയുണ്ട്, അല്ലെങ്കിൽ സ്തോത്രങ്ങൾ തന്നെയുണ്ട്. എത്ര പേര് മിലാദിനെ പറ്റി കേട്ടിരിക്കുന്നു? ഞാൻ 2 വർഷം PhD അധിഷ്ഠിതമായിട്ടുള്ള ഗവേഷണത്തിലും ഏകദേശം ഡിഗ്രി തൊട്ട്, എൻ്റെ ഡിഗ്രി കാലഘട്ടം ഏകദേശം ഒരു 18 വയസ്സ് തൊട്ട് ഈ പറയുന്ന കഴിഞ്ഞ 22 വർഷത്തെ അല്ലാതെയുള്ള ഗവേഷണത്തിന് ശേഷമാണ് മിലാദ് എന്ന പേര് കേട്ടത്. അത്രയും വർഷങ്ങൾ ഈ പേര് ഞാൻ കേട്ടിരുന്നില്ല. ഞാൻ ശാസ്താവ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലെ ഗവേഷണവുമായി ബന്ധപ്പെട്ട് 22 വർഷം കാഷ്വലിയും 2-2.5 വർഷമായിട്ട് ഫോർമലിയും ഒന്ന് അപ്രോച്ച് ചെയ്തപ്പോഴാണ് ഈ പേര് വന്നത്. അറിയില്ല ജനങ്ങൾക്ക് ആരാണതെന്ന്. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ വാക്ക് ഞാൻ കടമെടുക്കുന്നു. ഒന്നാം തരത്തെ
അറിയില്ല. മിലാദനാണ് അയ്യപ്പസ്വാമി പറഞ്ഞതനുസരിച്ച് അയ്യപ്പസ്വാമിയുടെ ഏറ്റവും വലിയ ഭക്തൻ. കറുപ്പസ്വാമി അറിയാം അല്ലെ, കറുപ്പായി അമ്മ അറിയാം, കൊച്ചുകടുത്ത സ്വാമി അറിയാം, വലിയ കടുത്ത സ്വാമി അറിയാം, മാളികപ്പുറത്ത് അമ്മയെ അറിയാം. അപ്പൊ അവരെല്ലാം അറിയാം, മിലാദിനെ അറിയില്ല. കാരണം മിലാദിനെ അറിയാൻ ഇപ്പോഴായിരിക്കും മിലാദം തീരുമാനിച്ചത്. ഞങ്ങൾ കുറേ പേര് അതിന്റെ പുറകിലാണ്. എന്തുകൊണ്ട് മിലാദിനെ തിരിച്ചറിയാൻ മിലാദിന് താല്പര്യമില്ല? അതിന് പ്രധാനപ്പെട്ട കാരണം മിലാദിന് ഞാൻ എന്ന ഭാവമില്ല. മിലാദൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഗുരുവും സർവസ്വവും പ്രപഞ്ച സത്യവുമായ അയ്യപ്പനിലൂടെ ലോകത്തെ അറിഞ്ഞാൽ മതി, എന്നെ ആ പേരിലൂടെ അറിഞ്ഞാൽ മതി. സമാനമായിട്ടുള്ള ഒന്നാണ് വിവേകാനന്ദൻ. അവിടെ പക്ഷെ നേരെ തിരിച്ചാണെന്ന് മാത്രമേ ഉള്ളൂ. ഗുരുവാണ് ആ മൂടുപടലത്തിന്റെ പുറകിൽ നിന്നത്. പറയാറുണ്ട്, സാധാരണഗതിയിൽ ഗുരു ശിഷ്യനെ ലോകത്തിന് പരിചയപ്പെടുത്തും. ഇവരുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. എന്താണത്? ശിഷ്യനാണ് ഗുരുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തിയത്. ആരായിരുന്നു ഇവർ? ഈ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. ഒരിക്കൽ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, അങ്ങനെ അങ്ങ് ആസ്ട്രൽ പ്ലെയിനിൽ, അറിയാലോ, ഈ പറയുന്ന കാന്തമല സ്വരൂപങ്ങളിൽ നമുക്ക് എത്തിപ്പെടാൻ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് സാധിക്കാത്ത ആ തലങ്ങളിൽ നര ഋഷി തപസ് അനുഷ്ഠിച്ചിരിക്കുകയായിരുന്നു. രാമകൃഷ്ണദേവൻ പറഞ്ഞതാണേ, ഞാൻ കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയി പറയുന്നേ ഉള്ളൂ. നര ഋഷി തപസ് അനുഷ്ഠിക്കുകയായിരുന്നു. ആ നര ഋഷിയുടെ അടുത്ത് ഒരു കൊച്ചു പൈതൽ, ആ നര ഋഷിയുടെ അടുത്ത് ഒരു കൊച്ചുകുട്ടി നര ഋഷിയുടെ അടുത്തോട്ട് ചെല്ലുകയും, സംസാരിക്കാൻ പോലും പ്രായമാവാത്തൊരു കൊച്ചുകുട്ടി ചെല്ലുകയും, ആ കൊച്ചുകുട്ടി നര ഋഷിയോട് പറഞ്ഞു, നമുക്ക് അവതരിക്കാൻ സമയമായി. രാമകൃഷ്ണദേവൻ പറഞ്ഞു, ആ കൊച്ചുകുട്ടി ഉണ്ടല്ലോ, അത് ഞാനാട്ടോ എന്ന് പറഞ്ഞു. ആരാണ് ആ നര ഋഷി? ഇതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. കൊച്ചുകുട്ടി ഞാനാണ്. ആ കൊച്ചുകുട്ടി ആരുടെ അടുത്താണോ ചെന്ന് സംസാരിച്ചത്, ആ നര ഋഷി ആരാണ്? ആ നര ഋഷിയാണ് വിവേകാനന്ദൻ. ഈ കാര്യങ്ങൾ പിന്നീട് രാമകൃഷ്ണദേവൻ പറഞ്ഞു എന്ന് കേട്ടുകൊണ്ടാവണം വിവേകാനന്ദൻ പറഞ്ഞു, അങ്ങനെ നര ഋഷി അവിടെ തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് നാരായണ ഋഷി വേഷം മാറി ഒരു കൊച്ചുകുട്ടിയായി എൻ്റെ അടുത്ത് വന്നു, നമുക്ക് അവതരിക്കാൻ സമയമായി എന്ന് പറഞ്ഞു. നാരായണ ഋഷി ആരാണ്? നരനാരായണ ഋഷി ആരാണ്? ശ്രീരാമകൃഷ്ണദേവനും വിവേകാനന്ദനുമാണ്. നേരത്തെ പറഞ്ഞ ശാസ്താവിന്റെ പാർശ്വാവതാരവും മിലാദന്റെ പാർശ്വാവതാരവും ആകാം, നമുക്കറിയില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് വിവേകാനന്ദ വിജയം ശ്രീരാമകൃഷ്ണ വിജയമാണ്. ഇനി വളരെയധികം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ സനീഷ് സ്വാമിയൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ മിസ് ഇന്റർപ്രറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തി. ഗൂഗിൾ പോയി സെർച്ച് ചെയ്താൽ, ഫേസ്ബുക്കിൽ പോയാൽ വിവേകാനന്ദന്റെ എന്ന് പറഞ്ഞുകൊണ്ട് കാലത്ത് ആരൊക്കെയോ പടച്ചു വിടുന്ന ഒരുപാട് കോട്ടുകൾ കാണാം, അല്ലെ? ഒരുപാട് വചനങ്ങൾ, മത് വചനങ്ങൾ. പ്രിയ മിത്രങ്ങളെ, ഇതിൽ പലതും തെറ്റാണ്. അയ്യോ, നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ആശ്ചര്യപ്പെടും. വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിലോ അംഗീകൃതമായി വിവേകാനന്ദന്റെ കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ പറ്റുന്ന രാമകൃഷ്ണ മഠങ്ങളിലോ അതിന്റെ വാഹകരായിട്ടുള്ള ആളുകളൊന്നും പറയാത്ത കാര്യങ്ങളാണ് വിവേകാനന്ദൻ പറഞ്ഞു. വൺസ് വിവേകാനന്ദൻ സെഡ് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ. പിന്നെ പ്രത്യേകം ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്, ഈ പറയുന്ന വചനങ്ങളുടെ എല്ലാത്തിൻ്റെയും ഉള്ളിലുള്ളത് ഒരു നിരീശ്വരവാദപരമായിട്ടുള്ള ടെൻഡൻസികളാണ്. പറഞ്ഞു വന്ന് നമ്മൾ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കുമ്പോൾ എവിടെയോ
ആ സനാതനധർമ്മ മൂല്യങ്ങളോ ഈശ്വര തത്വത്തെ പറ്റിയൊക്കെ കുറച്ചൊന്ന് എവിടെയോ അറിയാതെ ഒന്ന് പാസീവായിട്ട്, നേരായ രീതിയിലല്ല, കുറച്ചൊന്നും നമ്മളെ അതിൽ നിന്ന് അകറ്റുന്ന രീതിയിലുള്ള വചനങ്ങൾ. ഇതിവിടെ പറയാൻ കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളിത് വിശ്വസിച്ചേക്കാം. കാരണം എന്താ? നമുക്ക് കാര്യം അറിയില്ല, നമ്മൾ വായിച്ചിട്ടില്ല, നമുക്ക് അറിവില്ല. നമ്മൾ ഓരോരുത്തരും ആ അറിവ് നേടുക എന്നുള്ളത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു അറിവിലോട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അത് ഈ വിജയത്തിന്റെ തുടക്കമാകട്ടെ. വിവേകാനന്ദ സ്വാമികളുടെ 1863 ജാനുവരി 12 തൊട്ട് ഇവിടെ 1902 വരെ ജൂലൈ 4 വരെയുള്ള ആ സമയത്തിൽ, ആ ഒരു സമയം നോക്കുകയാണെങ്കിൽ, ആ സമയത്തിൽ വിവേകാനന്ദ സ്വാമിനെ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും യാതൊരു വിധേനയുള്ള ഭക്തിയും ചിലപ്പോൾ കണ്ടുവന്നു വരില്ല. അദ്ദേഹം വളരെ കൂടുതൽ പറഞ്ഞേക്കുന്നത് കർമ്മയോഗത്തെ പറ്റിയാണ്, പ്രായോഗിക വേദാന്തത്തെ പറ്റിയാണ്, ജ്ഞാനയോഗത്തെ പറ്റിയാണ്. നമ്മൾ വിചാരിക്കും അദ്ദേഹം ഭക്തിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഭക്തിയോഗത്തിന്റെ വിവർത്തനം ചെയ്തു അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞു എവിടെയോ. എൻ്റെ ഗുരുനാഥനായ ശ്രീരാമകൃഷ്ണദേവനെ പറ്റി പല കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ കൂടുതൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ കർമ്മയോഗം അല്ലെങ്കിൽ ജ്ഞാനയോഗം എന്ന് പറയുന്ന വിഷയങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. പൊതുവേ ഈ 1902 തൊട്ടുള്ള സമയം തൊട്ട് ഇവിടം വരെ അദ്ദേഹം ആധുനിക യുഗത്തിന്റെ ആചാര്യൻ. എന്തുകൊണ്ടാണ്? അദ്ദേഹം ഭക്തിയെപ്പറ്റിയൊക്കെ ആദ്യമായി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും പല പ്രകീർത്തനങ്ങളും നടത്തുന്നത്. നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ ഗുരുവായ രാമകൃഷ്ണ പരമഹംസരെ പറ്റി പറയുമ്പോൾ നോക്കൂ, രാമകൃഷ്ണ പരമഹംസര് ഭക്തിയിൽ ആറാടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്, അവതാരമാണ് എന്നുള്ള ഒരു ക്ലീഷേ പ്രയോഗവും പലപ്പോഴും കാണാറുണ്ട്. നമ്മൾ ഈ രണ്ടുപേരെയും സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ വിവേകാനന്ദന്റെ അകം മൊത്തം ആകമാനം ഭക്തിയാണ്. ശ്രീരാമകൃഷ്ണദേവന്റെ അകം ആകമൊത്തം ജ്ഞാനവുമാണ്. പുറത്ത് കാണിച്ചത് മറ്റെന്തോ, അകത്ത് മറ്റെന്തോ. ഇതെല്ലാം അറിയാം, ഇതിനെപ്പറ്റി അന്വേഷിക്കുന്ന നമ്മളെ പോലെയുള്ളവർക്ക് അറിയാം, ഇതെല്ലാം പല ബാഹ്യ പ്രകടനങ്ങളാണ്. പക്ഷേ ജ്ഞാനയോഗവും ഭക്തിയോഗവും കർമ്മമാർഗവും കർമ്മയോഗവും രാജയോഗത്തിന്റെ ഉന്നതമായിട്ടുള്ള തലങ്ങളിൽ തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. പ്രതിപാദിച്ചേക്കുന്നതും വിശദീകരിച്ചേക്കുന്നതും പല രീതിയിലാണെന്ന് മാത്രം. പറഞ്ഞു വന്നത്, വിവേകാനന്ദ സ്വാമികൾ ജ്ഞാനയോഗത്തിലും കർമ്മയോഗത്തിലും ഊന്നിക്കൊണ്ട് മുന്നോട്ട് തൻ്റെ മഹത്വചനങ്ങൾ പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ആകമാനം ഭക്തിയിൽ അധിഷ്ഠിതമാണ്. ഒരു കഥ പറയാം. പലപ്പോഴും വിവേകാനന്ദ സ്വാമികൾ, പിന്നീട് ശ്രീരാമകൃഷ്ണദേവൻ, പിന്നീട് ശാരദാദേവി, ഹോളി മദർ ശാരദാദേവി അവിടെ നിൽക്കും. പിന്നീട് അങ്ങോട്ട് ഒരുപാട് പേരുണ്ട്. ഒരു ബ്രഹ്മാനന്ദ സ്വാമികളുണ്ട്, രാഖാൽ മഹാരാജ്, പ്രേമാനന്ദ സ്വാമികളുണ്ട്, യോഗാനന്ദ സ്വാമികളുണ്ട്, അങ്ങനെ രാമകൃഷ്ണാനന്ദ സ്വാമികളുണ്ട്, ശിവാനന്ദ സ്വാമികളുണ്ട്, അന്തരംഗ ശിഷ്യന്മാർ ഒട്ടനവധിയുണ്ട്. അതുപോലെ തന്നെ ഗൃഹസ്ഥ ശിഷ്യന്മാർ ഒട്ടനവധിയുണ്ട്. ഇവരെ പറ്റിയെല്ലാം നമ്മൾ ആഴത്തിൽ ഇറങ്ങുമ്പോഴാണ് മനസ്സിലാവുക. ഇവരെല്ലാം ചേർന്നുകൊണ്ടുള്ള രാമകൃഷ്ണ ലീലകൾ വായിക്കേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും ഓരോരുത്തരും ശ്രീരാമകൃഷ്ണ വചനാമൃതം, ദ ഗോസ്പൽ ഓഫ് ശ്രീരാമകൃഷ്ണ വായിക്കേണ്ടതാണ്. അവിടെ ഇതെല്ലാം കൂടുതൽ വിവരിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവരെല്ലാം ചേർന്നുള്ള സംഭാഷണങ്ങൾ, ആ സംഭാഷണങ്ങളെ നമ്മൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ വ്യക്തമായി മനസ്സിലാകും സ്വാമി വിവേകാനന്ദൻ ഒരു ഭക്തനായിരുന്നു എന്നുള്ള ആ ഒരു സത്യം. രാമകൃഷ്ണദേവൻ ഓരോ ദിവസം കാളിയമ്മയെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ അമ്മ കാളിയമ്മ, നിനക്ക് വേണ്ടത് ചോദിക്കൂ. എപ്പോഴെല്ലാം വിവേകാനന്ദന്റെ മനസ്സിൽ എന്തായിരുന്നു? ഇദ്ദേഹം ഗുരു തന്നെയാണോ? എല്ലാവരും അവതാരമാണെന്ന് പറയുന്നു. ശരിക്കും ഒരു ഭ്രാന്തനാണ്. പലപ്പോഴും ഇങ്ങനെ സംശയമായിരുന്നു ശ്രീരാമകൃഷ്ണദേവനെ. കാര്യം അദ്ദേഹം ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നു, അതായത് ഓർക്കുക, ഭവതാരിണി ദേവിയുടെ ശ്രീകോവിലിന്റെ ഉള്ളിൽ ഭവതാരിണി ദേവിക്ക് അർപ്പിക്കാനായിട്ട് 5 ഇതളുള്ള ചെമ്പരത്തി, അവിടെ വേറെന്തോ പേരാ പറയാ, ചെമ്പരത്തി കൊണ്ടുവന്നു കഴിഞ്ഞ് ആ ചെമ്പരത്തി എടുത്ത് ഭവതാരിണി ദേവിക്ക് കൊടുക്കുന്നതിന് മുമ്പ് ശ്രീരാമകൃഷ്ണദേവന് ഒരു സംശയം, ഇത് നല്ല
കറക്റ്റായിട്ടുള്ള ഒരു പൂ തന്നെയാണോ? ശ്രീരാമകൃഷ്ണദേവൻ ഒന്ന് മണത്ത് നോക്കും, തലയിലൊന്ന് വച്ച് നോക്കും, ചെവിയിലൊന്ന് വച്ച് നോക്കും, ദേവിക്ക് കൊടുക്കുന്നതിന് മുമ്പ് ആഹാരം ഒന്ന് രുചിച്ചു നോക്കും. അതിന്റെ ബാക്കിയെല്ലാമാണ് ദേവിക്ക് കൊടുത്തോണ്ടിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളിൽ അങ്ങനെ ഒന്ന് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? അമ്പല കമ്മിറ്റി കൂടി അതവിടെ സംഭവിച്ചു കേട്ടോ, അത് പറയാം തീർച്ചയായിട്ടും. ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ, അതായത് ശ്രീരാമകൃഷ്ണദേവൻ താൻ കഴിച്ചതിന്റെ ബാക്കിയെല്ലാം കാളിയമ്മയ്ക്ക് കൊടുക്കുമ്പോൾ അതൊരു ചർച്ചാ വിഷയം മാറി. ഇദ്ദേഹം ആരാന്ന് മനസ്സിലായിട്ടില്ല. ഒരു ഗദ്ദാധർ ചതോപാധ്യ, ഒരു ഗദ്ദാധരൻ വന്നു, അദ്ദേഹമാണ്. ചെറിയ ഭ്രാന്തുണ്ട് എന്നെല്ലാവരും പറയുന്നു. ഇത് ഭവതാരിണി ദേവിയുടെ ക്ഷേത്രമായ ദക്ഷിണേശ്വര കാളി ക്ഷേത്രം കേട്ടിട്ടുണ്ടാവും. അതിന്റെ ഉടമസ്ഥയായ റാണി റാസ്മണി ദേവിയുടെ അടുത്ത് എത്തി ഈ ഒരു കാര്യം. റാണി റാസ്മണി ദേവി പറഞ്ഞു, നോക്കൂ, ഒരു കാര്യം ചെയ്യാം, ഈ എല്ലാവരുടെ ഒരു സംശയമാണല്ലോ, അപ്പൊ അതൊന്ന് ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് മരുമകനായിട്ടുള്ള റാണി റാസ്മണി ദേവിയുടെ മരുമകനെ ഇത് ഏൽപ്പിച്ചു. ഒന്ന് കൃത്യമായി എനിക്ക് അദ്ദേഹത്തിന്റെ പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. മരുമകനെ ഏൽപ്പിക്കുകയും അപ്പം ആ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, ശ്രീകോവിൽ വളരെ വലുതാണ്. ഭവതാരിണി ദേവി, ഭവതാരിണി അമ്മ ഇരിക്കുന്ന ശ്രീകോവിൽ വളരെ വലുതാണ്. അതിന്റെ ഒരു ഭാഗത്ത് കുറച്ച് കർട്ടനുകളും പഴയ കാലത്തും അങ്ങനെ തോരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഒരു ഭാഗത്ത് ഒളിച്ചിരുന്ന് ശ്രദ്ധിച്ചപ്പോ ഇദ്ദേഹം ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പോയ മരുമകന് മനസ്സിലായി ഇദ്ദേഹം ചില്ലറക്കാരനല്ല. അതായത് ഞാൻ പലപ്പോഴും ഞങ്ങള് തമാശക്ക് പറയാറുള്ളത്, ഭഗവാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ, അതായത് ശ്രീരാമകൃഷ്ണദേവൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇടയ്ക്ക് കൈകൊണ്ട് ഇങ്ങനെയെല്ലാം കാണിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തുനിന്ന് ഒരാൾ കൈ കൊട്ടണമല്ലോ, വേണ്ടേ? നമ്മളിങ്ങനെ സെറ്റ് എന്ന് പറഞ്ഞ് ചെയ്യാറില്ലേ? ഇപ്പൊ പുതിയ ഭാഷ പറയുകയാണെങ്കിൽ ഇങ്ങനെ വലതു ഭാഗത്തോട്ട് കൈകൊണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ആരാണ് ഇങ്ങോട്ട് ചെയ്യുന്ന ആളുകൾക്കെല്ലാം സംശയം. ആരാ ചെയ്യുന്നേ? കാളിയമ്മയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആ സത്യം. അപ്പൊ വെരിറ്റബിളി വാക്കിംഗ് വിത്ത് ഗോഡസ് കാളി എന്നാ പറയാ. അതായത് എപ്പോഴും പ്രത്യക്ഷമായ ദേവി കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വിവേകാനന്ദിൽ സംശയം ഉണ്ടാക്കി. ഇത് ഭ്രാന്ത് തന്നെ. കാരണം വിവേകാനന്ദ ബ്രഹ്മസമാജത്തിലൊക്കെ പോയതിനു ശേഷമാണല്ലോ എത്തിയത്. എല്ലാത്തിനും ചോദ്യം ചോദിക്കില്ല, എല്ലാത്തിനും റീസണിങ്. ദൈവത്തെ പറ്റി എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വിവേകാനന്ദൻ അങ്ങോട്ട് അതിനെതിരെ ചോദ്യം ചോദിച്ച് റീസൺ ചെയ്ത് നശിപ്പിച്ചു കളയും. രാമകൃഷ്ണദേവന്റെ അടുത്തും ഇങ്ങനെ തന്നെ. കാളിയമ്മയെ പറ്റി പറയുമ്പോഴും ഭഗവാൻ കൃഷ്ണനെ പറ്റി പറയുമ്പോഴും, കൃഷ്ണനല്ല അവിടെ അങ്ങനെയാണ്, കുഞ്ഞികൃഷ്ണൻ, കൃഷ്ണനെ പറ്റി പറയുമ്പോഴും വിവേകാനന്ദ സ്വാമി അത് അംഗീകരിച്ചിരുന്നില്ല. വിവേകാനന്ദ സ്വാമി ഇങ്ങനെ റീസൺ ചെയ്തുകൊണ്ടിരുന്നു, ലോജിക്കലി ചോദിച്ചുകൊണ്ടിരുന്നു ഓരോരോ ചോദ്യങ്ങൾ. ഇതിവിടെ പറയാൻ കാരണം, ഇത് കാണുമ്പോൾ, ഇത് ചിന്തിക്കുമ്പോൾ, ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക എന്താണ്? ഓ, വിവേകാനന്ദൻ എന്ന് പറയുന്ന ജ്ഞാനയോഗി, നിരീശ്വരവാദിയായിട്ടുള്ള ജ്ഞാനയോഗി, ഈശ്വരവാദിയായിട്ടുള്ള ഗുരുവായിട്ടുള്ള ശ്രീരാമകൃഷ്ണൻ അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ് നമുക്ക് തോന്നുക. അങ്ങനെ ഇരിക്കുമ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ഒരു സൂത്രപ്പണി ഒപ്പിച്ചു. ശ്രീരാമകൃഷ്ണദേവൻ ചെയ്ത ആ സൂത്രപ്പണി എന്താന്ന് വെച്ചാൽ, ഗോപാലേമ എന്ന് പറഞ്ഞ ഒരു അമ്മയുണ്ടായിരുന്നു. നമ്മൾ മീരാബഹനൊക്കെ പഠിച്ചിരിക്കുന്നു അല്ലെ? മീരാബഹൻ ഭക്തിയുടെ കാര്യത്തിൽ അല്ലേ? സുധാമ, മീരാബഹൻ, ഒരുപാട് സൂർദാസ്, ഒരുപാട് പേര്. ഗോപാലേമ എന്ന് പറഞ്ഞ ആ ഒരു ഭക്ത, കൃഷ്ണഭക്ത, ഒരു വളരെ എലേറ്റഡ്, വിവേകാനന്ദൻ പറഞ്ഞ അനുസരിച്ച് അവബോധത്തിന്റെ അങ്ങേ അവസ്ഥ, റീച്ച് ദി സ്റ്റേജ് ഓഫ് ട്രാൻസെൻഡൻസ് എന്നാ പറഞ്ഞത്. രാമകൃഷ്ണദേവന്റെ സ്റ്റേജാണ് ഈ ട്രാൻസെൻഡൻസ്, ഭഗവാന്റെ സ്റ്റേജാണ് ഈ ട്രാൻസെൻഡൻസ്. അവിടെ എത്തിയിട്ടുള്ള ഒരു അമ്മയായിട്ടാണ് ഗോപാലയമ്മയെ പറ്റി പറയുന്നത്. ഈ ഗോപാലമ്മയെ വിളിച്ചു. ഗോപാലമ്മേനെ ആര് വിളിച്ചു? രാമകൃഷ്ണദേവൻ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് വിവേകാനന്ദ, നരയൻ, എൻ്റെ ശിഷ്യൻ, ഇവന്റെ അടുത്ത് നീ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞു. അമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കും, ഇവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഗോപാലയമ്മ ഭഗവാൻ കൃഷ്ണനുമായിട്ടുള്ള അവരുടെ ഭക്തിയും ജപവും ധ്യാനവും മറ്റ് കഥകളും പ്രത്യക്ഷത്തിൽ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളും എല്ലാം വിവേകാനന്ദ സ്വാമിയോട് വിവരിച്ചു കഴിഞ്ഞ് ഈ ഇടയ്ക്കെല്ലാം ഗോപാലയമ്മ പറയും, എനിക്കത് സത്യമാണെന്ന് അറിയില്ല കേട്ടോ എന്ന് പറയും. നമ്മൾ പറയാറില്ല എങ്ങനെ, ഞാൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ കണ്ടു, സത്യമാണെന്ന് എനിക്കറിയില്ല, എനിക്കത് അത്ര അറിവില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ രാമകൃഷ്ണദേവൻ വിവേകാനന്ദൻ ചോദിച്ചു, ഈ ഗോപാലയമ്മ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ? ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു, ഭഗവാൻ കൂടെ നടക്കുന്നു, കുരുരമ്മയെ പോലെ ഭഗവാൻ കൂടെ നടക്കുന്നു, കയ്യിൽ പിടിച്ചെടുക്കുന്നു, ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചു. ജ്ഞാനിയായ വിവേകാനന്ദൻ മറുപടി പറഞ്ഞത് സത്യമാണ് എന്നാണ്. പുറത്തു വന്ന് സ്റ്റേജിൽ അദ്ദേഹം അത് പറയില്ല കേട്ടോ, ഇത് സത്യമാണ്.
ഗോപാലേമ്മ കണ്ടത് സത്യമാണ്. എന്നിട്ട് തിരിഞ്ഞിരുന്ന് രാമകൃഷ്ണനോട് ചോദിക്കും, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ദൈവത്തെപ്പറ്റി ഇനി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു എന്താ പറയാ, ഭഗവാന്റെ രാസലീല എന്ന് പറയുന്ന പോലെ അവതാര പരിഷ്ഠന്മാരുടെയും അവതാരങ്ങളുടെയും ഒരു ലീലയായി നമുക്ക് കാണാം. കമ്മിങ് ബാക്ക്, അപ്പോൾ ശ്രീരാമകൃഷ്ണദേവനും വിവേകാനന്ദന്റെയും അലീലകളിൽ ശ്രീരാമകൃഷ്ണദേവൻ എന്താണോ സനാതനധർമ്മ മൂല്യമായിട്ട് ഈ ലോകത്തിന് വേണ്ടി കൊടുക്കാൻ അദ്ദേഹം പ്രാർത്ഥിച്ചതും അദ്ദേഹം വിഭാവനം ചെയ്തതും അതിൻ്റെ തുടക്കമാണ് സ്വാമി വിവേകാനന്ദൻ. നമ്മൾ പറയും, അത് ബംഗാളി ആ ഒരു കൊച്ചു കൊച്ചു കഥകളിൽ പറയും, ഈ ഗോതമ്പും ആട്ടയെല്ലാം ഉരുട്ടി ഒരു പൂരിയാക്കി സബ്ജിയുടെ ഒപ്പം കഴിക്കും. ആ പൂരിയാക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഉരുട്ടി കുറച്ച് പൊടിയെല്ലാം ഇട്ട് പൂരിയാക്കാൻ വേണ്ടി ഒരാൾക്ക് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുന്ന പറഞ്ഞേ. അങ്ങനെ വിവേകാനന്ദൻ ഉരുട്ടിക്കൊടുത്ത ഒരു ചെറിയ ഗോതമ്പുണ്ട, അതൊരു വലിയ ഉണ്ട കേട്ടോ, ചെറുതെന്നാണ് എല്ലാവരും പറയാ, പക്ഷെ ആ വലിയൊരു ഗോതമ്പുണ്ട അതാണ് രാമകൃഷ്ണദേവൻ ഉരുട്ടിക്കൊടുത്ത വലിയൊരു ഗോതമ്പുണ്ടയാണ്. വളരെ കൊളോക്കിയലി പലരും പറയുന്ന ഒന്നാണ്. നമ്മൾക്കാണ് ഈ വലിയ വാചകങ്ങളും മഹത് വാചകങ്ങളും മറ്റുള്ള സംസാരങ്ങളുള്ളത്. വളരെ കൊളോക്കിയലി ലോക്കലായിട്ട് അങ്ങനെയുള്ള ഒരാളാണ് വിവേകാനന്ദൻ. വിവേകാനന്ദൻ പറഞ്ഞു, അങ്ങനെ കൽക്കട്ടയിലെ എത്രയോ മണൽത്തരികൾ, അങ്ങനെ കൽക്കട്ടയിലെ എത്രയോ ജനങ്ങൾ എൻ്റെ ഗുരുനാഥൻ വിചാരിച്ചിരുന്നെങ്കിൽ 1000 വിവേകാനന്ദന്മാർ ഉണ്ടായേനെ. അദ്ദേഹത്തിന് ഇങ്ങനെ എടുത്ത് ഉരുട്ടി അങ്ങ് വിട്ടാൽ മതി. അദ്ദേഹം ചെയ്തില്ല. പക്ഷെ ഇതാണ് ആ പരമാർത്ഥം, ഇതാണ് ആ സത്യം. ഈ വിവേകാനന്ദ വിജയം അല്ലെങ്കിൽ വിവേകാനന്ദ ദിഗ്വിജയം നിങ്ങൾക്കറിയാം. വിവേകാനന്ദൻ കേരളത്തിൽ വന്ന കാര്യങ്ങളല്ലേ. വിവേകാനന്ദനെ കേരളവുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഒരൊറ്റ കാര്യം അമ്മയോട് പറഞ്ഞിരിക്കുകയായിരുന്നു. ഒറ്റ കാര്യം മാത്രമാണ് എല്ലാവർക്കും അറിയുള്ളൂ. എന്താണത്? കേരളം ഒരു പ്രാന്തം. അപ്പൊ നമ്മൾ ഇപ്പൊ പറയാറുണ്ട്, സോഷ്യൽ മീഡിയയിൽ ചിലർ പറയാറുണ്ട്, ഞാനൊരു 15 മിനിറ്റ് സ്പീച്ച് ചെയ്തു, 15 മിനിറ്റ് ഞാൻ പ്രസംഗിച്ചു, 2 മിനിറ്റ് മാത്രം കട്ട് ചെയ്തിട്ട് അതിങ്ങനെ എല്ലായിടത്തും കൊടുത്ത് എന്നെ എല്ലാവരും കൂടി ചേർന്ന് ഉപമാനിച്ചു, അല്ലെ? കേട്ടിട്ടില്ലേ? അത് പണ്ടും ഉണ്ടായിരുന്നു, പണ്ടും അത് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് സോഷ്യൽ മീഡിയ ഉണ്ടായില്ല, TV ഉണ്ടായില്ല, മൊബൈൽ ഉണ്ടായില്ല. പക്ഷെ ഈ കട്ട് ചെയ്തിട്ട് പുറത്ത് വിട്ട് അപമാനിക്കുന്ന രീതി പണ്ടും ഉണ്ടായിരുന്നു. വിവേകാനന്ദൻ പറഞ്ഞു എന്നുള്ളത് ഡോക്യുമെന്ററി എവിഡൻസ് വെച്ചിട്ട് സത്യമാണ്. അദ്ദേഹം പറഞ്ഞു. പക്ഷേ അദ്ദേഹം പറഞ്ഞ കോണ്ടെക്സ്റ്റ് അറിയാം. ജാതി ഇതുമായി ബന്ധപ്പെട്ടും കൊടുങ്ങല്ലൂർ ക്ഷേത്ര ദർശനത്തിന് വന്നപ്പോൾ അറിയാലോ, അദ്ദേഹത്തിന് പുറത്ത് ആൽമര ചോട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. അകത്ത് കയറ്റി ഒരു സംശയം, ഇദ്ദേഹം ആരാണ്, എന്താണ്, ഏതാന്നുള്ളത്. പക്ഷെ അതിനുശേഷം അദ്ദേഹം കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ആശ്ചര്യപ്പെടുന്നു കേരളത്തിലെ സ്ത്രീ ജനങ്ങളെ ഓർത്ത്. അറിയില്ലേ? കുറച്ചു പേർക്കെങ്കിലും അറിയായിരിക്കുമല്ലോ. ഞാൻ ആശ്ചര്യപ്പെടുന്നു കേരളത്തിലെ സ്ത്രീ ജനങ്ങളെ ഓർത്ത്. ഇപ്പോഴും ഈ കാലഘട്ടത്തിലും കേരളത്തിലെ സ്ത്രീ ജനങ്ങൾ സംസ്കൃതത്തിൽ എന്നോട് സംസാരിച്ചോ? യെസ്. ഇതാരെങ്കിലും കേട്ടിരുന്നോ? യുവാക്കൾ കുറച്ചു പേരൊക്കെ ഉണ്ട്, കേട്ടിരുന്നോ? നമ്മൾ കേരളം ഒരു പ്രാന്താലയമാണ് ടാഗ്. അത് ഇപ്പോഴും പൊളിറ്റിക്കലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളം ഒരു പ്രാന്താലയം. അദ്ദേഹം പറഞ്ഞു, ഉണ്ട്, എല്ലാ സ്ഥലങ്ങളും പ്രാന്താലയങ്ങൾ തന്നെയാണ്, ഇതും ഒരു പ്രാന്താലയമാണ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ. മറ്റൊരു കോണ്ടെക്സ്റ്റിൽ അദ്ദേഹം പറഞ്ഞത്, നോക്കൂ, ഇവിടുത്തെ സ്ത്രീകൾ വളരെ വിദ്യാസമ്പന്നരാണ്. അദ്ദേഹത്തിന് രാജയോഗമായി ബന്ധപ്പെട്ട് കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ നിവാരണം ആരുടെ അടുത്ത് എന്നാണ് നടത്തിയത്? പരമഭട്ടാരക ശ്രീ ചട്ടമ്പി സ്വാമി തിരുവടികളുടെ അടുത്ത് പോയി. ചട്ടമ്പി സ്വാമി തിരുവടികളുടെ അടുത്ത് പോയിട്ട് അദ്ദേഹം ചിന്മയ മുദ്രയും രാജയോഗത്തിന്റെ പല മുദ്രകളുമായി ബന്ധപ്പെട്ടുള്ള പല ചർച്ചകൾ നടത്തുകയും അവർ സംസാരിച്ചത് സംസ്കൃതത്തിലുമാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തൻ്റെ മൂല്യങ്ങളെ, ഗുരുനാഥൻ പറഞ്ഞു തന്ന മൂല്യങ്ങളെ ഒരു അവതാരമായിട്ടോ ഒരു ശിവാവതാരമായിട്ടോ തന്നെ സ്വയം കണ്ടെത്താതെ, അതിനോട് ഒരു താദാത്മ്യം പുറത്ത് കാണിക്കാതെ, ഒരു 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 സാധാരണ ജനത്തിൻ്റെ ഒപ്പം ഇറങ്ങി നടന്ന, നേരത്തെ പറഞ്ഞ പോലെ
ഇറങ്ങി നടന്ന ഒരു വിസ്ഫോടന ആറ്റം ബോംബ് തന്നെയായിരുന്നു വിവേകാനന്ദൻ. അതിന് കുറച്ച് ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ഞാൻ സെലക്ട് ചെയ്തെടുത്തതാണ്. വളരെ സെലക്ട് ചെയ്തെടുത്താണ്. ഇങ്ങനെയല്ല സാധാരണ കാരണം നിങ്ങൾ കേൾക്കാത്ത കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി. അതിനുവേണ്ടി ഞാൻ രാമകൃഷ്ണ മഠത്തിലെ ഗുരുനാഥന്മാരായിട്ടുള്ള സ്വാമിമാരുടെ അടുത്ത് ചർച്ച ചെയ്തിട്ടാണ് കുറച്ച് കാര്യങ്ങൾ വ്യക്തത വരുത്തി. ഞാൻ പറയുന്നത് കറക്റ്റ് ആയിരിക്കണമല്ലോ, ആ വ്യക്തത വരുത്തിയാണ് പറയുന്നത്. പണ്ടൊരിക്കൽ ടാറ്റയുടെ സ്ഥാപകനായ സാക്ഷാൽ ടാറ്റ, അല്ലേ? കുറെ ടാറ്റകളുണ്ടല്ലോ. ടാറ്റ എന്ന് പറയുന്ന അറിയാലോ, ടാറ്റ ഗ്രൂപ്പിന്റെ സ്ഥാപകനായിട്ടുള്ള അദ്ദേഹം അമേരിക്കയിലോട്ടൊരു കപ്പൽ യാത്ര നടത്തുകയായിരുന്നു. ഈ അമേരിക്കയിലുള്ള കപ്പൽ യാത്രയിൽ ടാറ്റയുടെ ഒപ്പം ഒരു സന്യാസി ഉണ്ടായിരുന്നു. ഈ സന്യാസി ടാറ്റയുമായിട്ടുള്ള ഈ കപ്പൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കപ്പൽ യാത്രക്കിടെ ഒരുപാട് സംസാരിക്കുകയും ഇദ്ദേഹത്തിന് ഈ ഒരു ബിസിനസ് മാത്രമല്ല, ലാഭം മാത്രമല്ല, ലാഭത്തിൻ്റെ ഒപ്പം കുറച്ച് ജനസേവനവും രാഷ്ട്രബോധവും രാഷ്ട്രത്തിനെ സഹായിക്കാനൊക്കെ ഉള്ള മനസ്ഥിതി ഉണ്ടെന്ന് മനസ്സിലാക്കി അതിൽ ഊന്നൽ നൽകിക്കൊണ്ട് ബിസിനസ്സിനെ, വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ ഒരു കാര്യത്തെ പറ്റി അദ്ദേഹം ഇവിടം തൊട്ട് അവിടം വരെയുള്ള യാത്രയിൽ ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് അദ്ദേഹം വിഭാവനം ചെയ്ത 1-2 കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഗവേഷണാത്മകമായിട്ട് ശാസ്ത്രത്തെ പഠിപ്പിക്കാനുള്ള ഒരു സ്ഥാപനം, ഗവേഷണാത്മകമായിട്ട് സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു സ്ഥാപനം, ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിസ്വാർത്ഥമായി ചെയ്യണം എന്ന് പറയുന്ന ആ ഒരു മഹത്വചനം, നീ എന്ത് ചെയ്തോ നിനക്ക് വേണ്ടി ചെയ്യരുത്. വിവേകാനന്ദ സ്വാമികളുടെ മഹത്തായിട്ടുള്ള 3-4 വചനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ വളരെ ബുദ്ധിമുട്ടുള്ളതും നമ്മളെല്ലാവരും അങ്ങ് പാസ് ഓൺ ചെയ്ത് വിടുന്നതുമായിട്ടുള്ള ഒരു വചനം. അതായത് വചനം കൊള്ളാം, പക്ഷെ കുറച്ച് പ്രാവർത്തികമാകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്താണ് ആ വചനം? നിസ്വാർത്ഥത. ശാരദാദേവിയോട് ചോദിച്ചു, നിസ്വാർത്ഥത പൂർണ്ണമായിട്ടും നമുക്ക് ജീവിതത്തിൽ ആചരിക്കാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞു, ശരീരമുണ്ടല്ലോ. അമ്മ പറഞ്ഞു, ശരീരമുണ്ടല്ലോ. ശരീരമുള്ളത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ശരീരമുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടുള്ള സ്വാർത്ഥതകൾ അങ്ങ് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളതിൽ നിസ്വാർത്ഥരാകാനും പറ്റും നമുക്ക്. അപ്പം വിവേകാനന്ദ സ്വാമി ഈ ടാറ്റയോട് പറഞ്ഞു, എന്ത്? നിസ്വാർത്ഥമായി വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകണം. അതിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ടാറ്റയുണ്ടായത്. അറിയാലോ, ഞാൻ ടാറ്റയെ മറ്റ് കമ്പനികളുടെ പേര് പറയുന്നില്ല, ഇത് പ്രശ്നമാവും. മറ്റ് പല കമ്പനികളായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ടാറ്റയുടെ സാമ്പത്തിക നിലവാരം വളരെ താഴെയാണ്. പക്ഷെ ഇപ്പോഴും നമ്മളോട് ചോദിക്കും ടാറ്റയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇല്ലേ, കുട്ടികൾക്ക് LKG കുട്ടി തൊട്ട് അങ്ങ് മുതിർന്നവർക്ക് വരെ അറിയാം ടാറ്റ നല്ലൊരു സ്ഥാപനമാണ്, അല്ലേ? സത്യസന്ധതയുള്ള നല്ലൊരു സ്ഥാപനമാണ്. എവിടെ നിന്നാണ് ഉണ്ടായത്? ഇദ്ദേഹം ആരായിരുന്നു? ഇദ്ദേഹം ആരാണ് എന്നുള്ള ടാറ്റയുടെ അന്വേഷണത്തിൽ ടാറ്റ എത്തിച്ചേർന്നത് ഇദ്ദേഹം ഈ ഒരു അമേരിക്കൻ യാത്രയ്ക്ക് ശേഷം എന്തായി? ഈ ഒരു അമേരിക്കൻ യാത്രയ്ക്ക് ശേഷം വളരെ പ്രശസ്തനായി അമേരിക്കയിൽ. ഇന്ത്യക്കാരങ്ങനെ അറിഞ്ഞില്ല കേട്ടോ, കേരളത്തിൽ പ്രത്യേകിച്ചും അറിഞ്ഞില്ല, പക്ഷെ അമേരിക്കയിലെ ആൾക്കാരെല്ലാം അറിഞ്ഞു. അപ്പം ഈ ടാറ്റയുടെ അടുത്ത് പിന്നീട് ടാറ്റ ഓർക്കുന്നു, ഈ ഒരു സ്വാമിയുടെ പേരെന്താണ്, അല്ലേ? അപ്പൊ നമുക്കറിയാം സ്വാമി വിവേകാനന്ദനാണ്, നമുക്ക് മനസ്സിലായി. അപ്പൊ ടാറ്റ പറഞ്ഞത് സ്വാമി വീരേശ്വരാനന്ദൻ എന്നാണ് പറഞ്ഞത്. സ്വാമി വീരേശ്വരാനന്ദൻ. പ്രിയമിത്രങ്ങളെ, സ്വാമി വിവേകാനന്ദന്റെ നാമം സ്വാമി വീരേശ്വരാനന്ദൻ എന്നാണ്. അങ്ങനെ ഖേത്രി രാജാവിന്റെ അടുത്ത് പോകുമ്പോൾ സ്വാമി വിവേകാനന്ദന്റെ വിവേക ബുദ്ധി കണ്ട് ഖേത്രി രാജാവ് പറഞ്ഞു, എന്ത് പറഞ്ഞു? അങ്ങേക്ക് വീരേശ്വരാനന്ദന്റെ പേരല്ല സ്യൂട്ടബിൾ. പിന്നെ ഏതാണ് സ്യൂട്ടബിൾ? ഏതാണ് ചോദിച്ചത്? വിവേകാനന്ദന്റെ പേരാണ് ചോദിച്ചത്. അപ്പൊ വിവേകാനന്ദൻ എന്ത് പറഞ്ഞു? ആയിക്കോട്ടെ, നമ്മളോടെങ്ങാനും പേര് മാറ്റം പറഞ്ഞാലോ? നമുക്ക് പേരിൽ നമ്മൾ ഈഗോ പിടിച്ചു വെച്ചേക്കല്ലേ. എന്റെ പേര് കുടുംബം, നേരത്തെ പറഞ്ഞ പോലെ കുടുംബം, പേര് വേറെ പറയില്ല, പേര് മാറ്റിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ആ സമയം തൊട്ട് അദ്ദേഹം വിവേകാനന്ദനായി മാറി. പക്ഷെ ടാറ്റ ഓർത്തെടുത്തപ്പോ വീരേശ്വരാനന്ദനാണ്.
ആ വീരേശ്വരാനന്ദൻ തന്നെയാണ് സ്വന്തം പേര് പോലും കൂടെ ചേർത്ത് പ്രശസ്തി വേണം എന്ന് ആഗ്രഹിച്ചിട്ടില്ലാത്ത ആരൊരാൾ. വിവേകാനന്ദൻ ഇവിടെ ഒന്ന് പറയായിരുന്നു കേട്ടോ, പ്രസ് മീറ്റിംഗ് ഒക്കെ കൂടിയിട്ട് വൈകിട്ട് അല്ലേ, വൈകിട്ട് നമുക്കൊരു TV പ്രസ് മീറ്റ് കൂടി അതൊക്കെ പറഞ്ഞു കൊടുത്ത് ഞാനാണ് കേട്ടോ എന്ന് പറയാം. അമേരിക്കയിൽ പറയാലോ, അന്നും ഇതൊക്കെ ഉണ്ട്, പറഞ്ഞില്ല. അത് വലിയ കാര്യമല്ല, ഇവിടുത്തെ വലിയ ഒരു പ്രാധാന്യം അറിയിക്കുന്ന കാര്യമല്ല. പറഞ്ഞു വന്നത് ഇങ്ങനെ ഇന്ത്യയെ പറ്റി ചിന്തിക്കുമ്പോൾ, ഭാരതത്തെ പറ്റി ചിന്തിക്കുമ്പോൾ പലയിടങ്ങളിലും നമ്മൾ അറിയാതെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു വിവേകബുദ്ധിയും ചൈതന്യവും എത്തിയിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ കാശ്മീരിൽ യാത്രയ്ക്ക് പോയി. അപ്പം ഈ ഷീർ ഭവാനി ക്ഷേത്രത്തിലെത്തി. ഈ ഭവാനി ക്ഷേത്രത്തിൽ എത്തിയപ്പോഴാണ്, അവിടെയാണ് ഈ വിവേകാനന്ദനിലെ ഭക്തിയിലോട്ട് നമ്മൾ കൂടുതൽ കണക്ട് ചെയ്യുന്നത്. എന്താണ്? ഷീർ ഭവാനി ക്ഷേത്രം എത്തിക്കഴിഞ്ഞപ്പോൾ ഷീർ ഭവാനി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിൽ അത്ര ഒരു സുഖമായിരുന്നില്ല. ഇങ്ങനെ വേണം മനസ്സിലാക്കാൻ, കൂടുതൽ പറയുന്നില്ല അതിനെപ്പറ്റി. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ സ്വാമി വിവേകാനന്ദൻ അവിടെ വെച്ച് ആലോചിക്കുകയാണ്, പെട്ടെന്ന് ഇതെല്ലാം ശരിയാക്കണം. അല്ല, അങ്ങനെ നമുക്കൊരു വേർഷൻ ഇല്ലേ, എല്ലാം നമുക്ക് ഉടനടി ശരിയാക്കണം, റെഡി ആയിട്ട് ശരിയാക്കണം ഇപ്പൊ തന്നെ. അങ്ങനെ അവിടെ നിന്ന് ധ്യാനത്തിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു റിഫ്ലക്ഷൻ കിട്ടുന്നത്. അദ്ദേഹത്തിന് ഈ ധ്യാനാവസ്ഥയില് ഒരു മെസ്സേജ് ഉള്ളിൽ നിന്ന് ആന്തരികമായി ഒരു മെസ്സേജ് കിട്ടുവാണ്, ഒരു ദൂത് കിട്ടുവാണ്. എന്താണ്? നീയാണോ എൻ്റെ കാര്യങ്ങൾ ശരിയാക്കുന്നത്? ആരാ പറഞ്ഞേ? അമ്മ. അപ്പം ഭഗവാന്റെ ഒരു കാര്യം നമ്മൾ വേറൊരു തലത്തിൽ നിന്നാണ് പറയുന്നത്. നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യണം, പക്ഷെ വേറൊരു തലത്തിൽ നിന്ന് പറയുമ്പോൾ ഞാൻ എല്ലാം ശരിയാക്കും, ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയാക്കും, ഞാൻ അതിന് മുന്നിട്ടിറങ്ങും, എല്ലാം ഞാൻ ചെയ്യും, അങ്ങനെ ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്ത് ഞാൻ എല്ലാം വിജയമാക്കും. നീയാണോ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്? അപ്പൊ അതിൽ നിന്ന് അദ്ദേഹം ഉൾത്തിരിച്ച് കാച്ചിക്കുറുക്കിയെടുത്ത ഒന്നാണ് എന്ത്? കർമ്മയോഗം. എന്താണ് കർമ്മയോഗം? നിസ്വാർത്ഥമായി, ലാഭേച്ഛയില്ലാതെ എപ്പോഴാണോ നമ്മൾക്ക് നമ്മുടെ കർമ്മം ചെയ്യാൻ സാധിക്കുന്നത്, അപ്പോഴാണ് നമ്മൾ അത് നിറവേറ്റുന്നത് എന്ന് പറഞ്ഞത് അദ്ദേഹം. എന്താണ് അത്? ഭഗവത് ഇച്ഛയാകാം, കോസ്മിക് ആയിട്ടുള്ള ലോസ് ആകാം, പ്രകൃതി നിയമമാവാം, എന്ത് വേണമെങ്കിലും ആകാം. അവിടെ നമ്മൾ ഒരു ഉപകരണമായി മാറുന്നു. ഇപ്പൊ ഒരു ചെറിയ ഉദാഹരണം, ഇതെല്ലാം ഇവിടെ നടക്കുന്നത് ഭഗവത് ഇച്ഛയാണ്. അതിൽ വന്ന് കേൾക്കാനും പറയാനും നടത്താനും നേതൃത്വം നടക്കാനും എല്ലാം ഓരോരുത്തരെ ഉപയോഗിച്ചത് ഒരു ഉപകരണമായിട്ടാണ്. ആണല്ലോ, അറിയാലോ. ഇത് മനസ്സിലാക്കി പറഞ്ഞു തന്ന വിവേകാനന്ദന് ഭക്തി ഉണ്ടോ ഇല്ലയോ? ഇതാണ് ചോദ്യം. അത് ജ്ഞാനയോഗത്തിൽ ഊന്നിയാണോ പറഞ്ഞത്, അതോ ഭക്തി തന്നെയല്ലേ അത്? എഴുതുന്ന ഭാഷയുടെ വ്യത്യാസമനുസരിച്ച് യോഗങ്ങളെ നമുക്ക് പലതായി മാറ്റാം. പക്ഷേ എല്ലാത്തിൻ്റെയും ചൈതന്യം നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് തന്നെയാണ്. വിവേകാനന്ദ സ്വാമികൾ യഥാർത്ഥ ജ്ഞാനം അന്വേഷിക്കുന്നവർക്ക് മുന്നോട്ട് വച്ച ഒരു 5 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. യുവാക്കളോടും വിദ്യാർത്ഥികളോടുമല്ല, അവര് തീർച്ചയായിട്ടും അന്വേഷണത്തിന്റെ ഭാഗം തന്നെയാണ്. പക്ഷെ മുതിർന്ന് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി ഇതൊന്നുമല്ല, മറ്റെന്തോ ഒന്നുണ്ട്. ആ അന്വേഷണത്തിലൂടെ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടു. വിവേകാനന്ദൻ പറഞ്ഞു, ഏറ്റവും ആദ്യം വേണ്ടത് മനഃശുദ്ധി, പ്യൂരിറ്റി ഓഫ് ദ മൈൻഡ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, അറിവുകളെല്ലാം അറിയാം, പുസ്തകങ്ങളെ പറ്റി എല്ലാം അറിയാം, എല്ലാം വായിച്ചിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു വലിയ കാര്യമൊന്നുമില്ല. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, ഞാനൊരു ശാസ്ത്രജ്ഞനായിരുന്നെങ്കിൽ ഞാനൊരു മരുന്ന് കണ്ടുപിടിക്കും, ഒരു ടാബ്ലറ്റ്. എന്താണ് ടാബ്ലറ്റ്? ആ മരുന്ന് വായിലേക്ക് വെച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പഠിച്ചതെല്ലാം മറന്നു. നമ്മളിങ്ങനെ പഠിച്ചു വെച്ചേക്കല്ലേ ഒരുപാട് കാര്യങ്ങൾ, പഠിച്ചതെല്ലാം മറന്നു പോകും.
അങ്ങനെ ഒരു ടാബ്ലറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒന്നല്ല, ഞാൻ ഒട്ടനവധി കഴിച്ചേനെ. മനഃശുദ്ധിക്ക്, പരിപൂർണമായ മനഃശുദ്ധിക്ക് അദ്ദേഹം അത്രയും പ്രാധാന്യം നൽകിയിരുന്നു. മനസ്സ്, ബുദ്ധി, അതിൽ ബുദ്ധി അറിവുമായി നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. മനസ്സിനെ നമ്മൾ, ഹൃദയത്തെ നമ്മൾ എന്താ ഇക്വേറ്റ് ചെയ്യുന്നു? ഭഗവാനുമായി. ഇവിടെ പറഞ്ഞതെല്ലാം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ ആകണം. 2, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു മനഃശുദ്ധി, അതിൻ്റെ ഒപ്പം പരിപൂർണമായ നിസ്വാർത്ഥത. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, വിവേകാനന്ദ സ്വാമികളെ പറ്റി പറയാലോ. 1863 ജനിച്ചു, നരേന്ദ്രനാഥ് എന്നായിരുന്നു പേര്. പിന്നീട് അദ്ദേഹം പഠിക്കാൻ പോയി, ശ്രീരാമകൃഷ്ണദേവനെ കണ്ടു, കഥകൾ കുറെ പറയാ. അതിനുശേഷം അദ്ദേഹത്തിന്റെ ജീവിതം പറയുന്നു. അവസാനം വിവേകാനന്ദ സ്വാമി ശ്രീരാമകൃഷ്ണദേവനെ പല പല വാക്യങ്ങൾ പറയുന്നു, ലാസ്റ്റ് സന്ദേശങ്ങൾ പറയുന്നു, ഷിക്കാഗോ പ്രസംഗം പറയുന്നു. അവസാനം അദ്ദേഹം രാമകൃഷ്ണ മഠം സ്ഥാപിക്കുന്ന കാര്യങ്ങൾ പറയുന്നു, രാമകൃഷ്ണ മിഷന്റെ കാര്യങ്ങൾ പറഞ്ഞു, സമാധിയാവുന്നു. ഇങ്ങനെ പറയാം. ഇത് ഗൂഗിളിൽ കിട്ടും, വിക്കിപീഡിയയിലുണ്ട്, സെർച്ച് ചെയ്ത് അപ്പം തന്നെ കിട്ടും. അവിടെ ഞങ്ങൾ ചർച്ച ചെയ്യാറുള്ള പോലെ സ്വാമി വിവേകാനന്ദന് ഒരു മാർക്കറ്റിംഗ് പേഴ്സണെ ആവശ്യമില്ല. ഭഗവാൻ കൃഷ്ണനും അങ്ങനെയായിരിക്കും കേട്ടോ. മാർക്കറ്റിംഗ് പേഴ്സണെ അല്ല ആവശ്യം. ആ സന്ദേശത്തിന്റെ കാച്ചിക്കുറയ്ക്കിയ മൂല്യത്തെ ജനങ്ങളിലോട്ട്, അതായത് അത് നേടാൻ ആയി യോഗത്തോടു കൂടി നിമിത്തമായി ഇവിടെ വന്നിരിക്കുന്ന ജനങ്ങളുടെ അടുത്തോട്ട് എത്തിക്കുക. അപ്പൊ അതിൽ രണ്ടാമത്തേതാണ് പരിപൂർണമായ നിസ്വാർത്ഥത. എനിക്ക് ഒന്നും വേണ്ട, കാരണം എനിക്ക് ഡബിൾ കോട്ട് ഇല്ല. ഇതാ അദ്ദേഹം പറഞ്ഞത്. ഞാനില്ല, പിന്നെ എന്തിനാ എനിക്ക്? എനിക്ക് വേണം. ആ എനിക്കെന്താണ്? അത് ഞാനുമായി ബന്ധപ്പെട്ടതാണ്. ഞാനില്ലല്ലോ, പിന്നെ എനിക്ക് എന്തിനാണത്? അപ്പൊ എനിക്കുമില്ല, ഞാനുമില്ല, അവനെ സ്വന്തമാക്കാൻ ഒന്നുമില്ല. പരിപൂർണമായ നിസ്വാർത്ഥത. 3, സത്യസന്ധത. സത്യസന്ധത. ആത്മാവിന് ഒരു ഭാഷയുണ്ടെങ്കിൽ അത് മൗനമാണെന്നും, ഇനി എങ്ങാനും മൗനമല്ലെങ്കിൽ അത് സത്യസന്ധതയാണെന്നുള്ള ഒരു പഴയ ചർച്ചാ വിഷയമുണ്ട്. ആത്മാവിന് ഒരു ഭാഷയുണ്ടെങ്കിൽ അത് മൗന, അതാണ് ആ ഭാഷ. ഇനി അതല്ല, ഇനി മൗനമല്ല എന്നുണ്ടെങ്കിൽ സത്യസന്ധതയാണ്. അതിലൂടെയാണ് ആ കമ്മ്യൂണിക്കേഷൻ നടക്കുക. ഈ സത്യസന്ധതയാണ് 3ാമത്തെ മൂല്യമായി പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ശിഷ്യൻ സ്വാമി വിവേകാനന്ദനോട് ചോദിച്ചു, ഞാൻ ആഹാര ക്രമീകരണങ്ങൾ നടത്തുന്ന ആളാണ്, ജപം ചെയ്യുന്ന ആളാണ്, തപം ചെയ്യുന്ന ആളാണ്, ശ്രുതി ഭാഷണം ചെയ്യുന്ന ആളാണ്, പഠിക്കുന്ന ആളാണ്. ഞാൻ കാലത്ത് തൊട്ട് വൈകിട്ട് വരെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതെല്ലാം വ്യക്തമായി എഴുതവച്ചിട്ടുള്ള സനാതനധർമ്മ മൂല്യങ്ങളുമായി എല്ലാം താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളാണ്. എനിക്ക് അവബോധം കിട്ടുമോ, അല്ലെങ്കിൽ ഞാൻ അവിടെ എത്തിയോ എന്ന് ചോദിച്ചു. വിവേകാനന്ദൻ ചോദിച്ചു, ഈ അവബോധത്തെ പറ്റി വിവേകാനന്ദന് മനസ്സിലായില്ല. വിവേകാനന്ദൻ ആ ഏരിയയിലോട്ടും തൊടാറില്ല. വിവേകാനന്ദൻ പറഞ്ഞു, എവിടെ എത്തിയോ എന്നാണ് ചോദിച്ചേ. എവിടെ എത്തിയോ എന്നാണ് ചോദിച്ചത്. അല്ല, അവിടെ എനിക്കത് പറയാൻ അറിയില്ല, എത്തേണ്ട സ്ഥലത്ത് എത്തിയോ എന്ന് ചോദിച്ചു. അപ്പോൾ വിവേകാനന്ദൻ പറഞ്ഞു, ഒരു ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റ് നിങ്ങൾ സ്വയം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. ആ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ എത്തി. 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അത് ഇടയ്ക്ക് ചെയ്തു നോക്കിക്കൊണ്ടിരിക്കുക. അതാണ് ഈ 4ാമത്തെ 5ാമത്തെയും കാര്യം. എന്താണ് 4ാമത്തെ കാര്യം? നിങ്ങൾക്ക് കാമിനി താല്പര്യമുണ്ടോ എന്ന് നോക്കണം. എന്താണ്? മനസ്സിലായല്ലോ? ശാരീരികമായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾ, മറ്റു കാര്യങ്ങൾ, നിങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ടോ? മുന്നിലുള്ള ഒരു സ്ത്രീയെ, ഒരു യുവതിയെ നിങ്ങൾ അമ്മയായിട്ടാണോ കാണുന്നത്? മുന്നിലുള്ള ഒരു പുരുഷനെ നിങ്ങൾ പിതൃസ്ഥാനീയനായിട്ടാണോ കാണുന്നത്? അല്ല എന്നുള്ളതാണ് 0.0001% എങ്കിലും എത്തിയിട്ടില്ല. നിങ്ങൾ എത്തിയില്ല. 2, കാഞ്ചനം. എന്താണ് കാഞ്ചനം? ദ്രവ്യമാകാം, പണമാകാം, കുറെ സ്വാർത്ഥമായിട്ടുള്ള കുറച്ച്
താല്പര്യങ്ങളാകാം. എന്നിരുന്നാലും പണവുമായി നമുക്ക് ബന്ധപ്പെടുത്താം. നിങ്ങൾക്ക് കാഞ്ചനത്തിനോട് താല്പര്യമുണ്ടോ? അപ്പം ഇത് ശ്രദ്ധിക്കണേ. കാരണം ഈ യുവാക്കളായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, സഭകൾ ഇതിനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അവർ ചോദിക്കുന്ന, അപ്പോൾ ഞങ്ങൾ എല്ലാവരും ബ്രഹ്മചര്യം പാലിക്കണോ? ചോദ്യം, ടെൻഷൻ. കല്യാണം കഴിക്കാൻ പാടില്ലേ? ഗൃഹസ്ഥനാവാൻ പാടില്ലേ? ജോലിക്ക് പോകാൻ പാടില്ലേ? കാരണം ശമ്പളം കിട്ടുമല്ലോ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗ്രീഡ്, ആർത്തി എന്ന് പറയും. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതുമാത്രം. ആ വേണ്ടതിനെ നിങ്ങൾ നിർവചിക്കുക. യു ഡിഫൈൻ ഇറ്റ്. നിങ്ങൾക്ക് വേണ്ടത് എന്താന്ന് നിങ്ങൾ ഡിഫൈൻ ചെയ്യണം. ആ വേണ്ടത് മറ്റൊരാളെ ബുദ്ധിമുട്ടിച്ചിട്ടാകരുത്. അവിടെ അത് നിർത്തണം. അല്ലാതെ പ്രത്യേകിച്ച് എല്ലാവരും സന്യാസപാതയിലോട്ട് പോകാൻ വന്നവരൊന്നുമല്ല. അതിന് തിരഞ്ഞെടുത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്കുള്ളതാണത്. നിങ്ങൾ അവരിൽ ഒരാളാവട്ടെ. തീർച്ചയായിട്ടും വൃഥ അതിൻ്റെ പുറകെ നടന്ന് ഒരു മോശം പേരുണ്ടാകരുത്. ഇതിന് നിങ്ങൾ പറ്റിയതാണോ? എന്തിനു പറ്റിയതാണോ? കാമിനി കാഞ്ചന, ഈ രണ്ട് കാര്യങ്ങൾ തിരസ്കരിച്ച് മുന്നോട്ട് പോവാനുള്ള മനഃശക്തി നിങ്ങൾക്കുണ്ടോ? യെസ്, നിങ്ങൾ എത്താം, നിങ്ങൾ എത്തും. ഇത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടതായിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ വളരെ 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 പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു വിഷയം, വിവേകാനന്ദ സ്വാമികളെ പറ്റി നേരത്തെ പറഞ്ഞ സമയത്ത് എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. എന്ത്? അദ്ദേഹത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ഒരുപാട് സോഷ്യൽ മീഡിയ എല്ലാം വന്ന് തെറ്റായ രീതിയിൽ ഒരുപാട് പ്രചരിക്കുന്നുണ്ടെന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, വിവേകാനന്ദ സ്വാമി പറഞ്ഞു ഭഗവത്ഗീത പഠിക്കണ്ട, ഫുട്ബോൾ കളിച്ചാൽ മതിയെന്ന്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. പലരും കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്തിനാണ് ഭഗവത്ഗീത? ഫുട്ബോൾ കളിക്കൂ. അതായത് ഈ പറഞ്ഞ പോലെ 15 മിനിറ്റിനകത്ത് 2 മിനിറ്റ് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. സ്വാമികൾ പറഞ്ഞ എന്താണ്? സ്വാമികൾ അങ്ങനെയാണോ പറഞ്ഞത്? സ്വാമികൾ പറഞ്ഞത് ഭഗവത്ഗീത പഠിക്കുമ്പോൾ എന്താണ്? ഭഗവാന്റെ ഗീത പഠിക്കുമ്പോൾ ആ ഗീതയിലുള്ള ഉത്തമമായ ആശയങ്ങളെ സമൂഹത്തിലോട്ട് ഇറങ്ങിച്ചെന്ന് അത് അവിടെ നടത്തുവാൻ എന്ത് വേണം? എല്ലാ രീതിയിലുമുള്ള ശക്തി വേണം. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, സ്വരൂപിണിയാ, എല്ലാ രീതിയിലുള്ള ശക്തി ആവശ്യമാണ്. അന്നമയകോശത്തിന് ശക്തി വേണം, പ്രാണമയകോശത്തിന് ശക്തി വേണം, മനോന്മയകോശത്തിന് ശക്തി വേണം, വിജ്ഞാനമയ കോശത്തിന് ശക്തി വേണം. ആനന്ദമയം പറയുന്നില്ല, ആനന്ദമയം ആയിക്കോളും. എല്ലാ ചക്രങ്ങളും സുദൃഢമായിരിക്കണം, അല്ലേ? മൂലാധാരം ദൃഢമായിരിക്കണം, മണിപൂരകം, അല്ലേ? മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അല്ലേ? അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. ഇതെല്ലാം ശക്തിയോത്തങ്ങളായിരിക്കണം, ശക്തിയുള്ളതായിരിക്കണം. ശക്തിയുള്ളതാക്കാൻ നിങ്ങൾ കായികമായി അന്നമയ കോശത്തെ ബലപ്പെടുത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെ ഒരു ഉപമ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്ത്? നിങ്ങൾക്കൊരു ഫുട്ബോൾ കളിക്കാൻ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഫുട്ബോൾ കളിക്കൂ. രജോ ഗുണം വേണം, പ്രവർത്തിക്കണം, എന്നിട്ട് സാത്വികത്വത്തിലോട്ട് വരണം. സാത്വികരോട് ആരോടും രജോ ഗുണത്തിലോട്ടും തമോ ഗുണത്തിലോട്ട് പോകാനൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇത് എനിക്കുണ്ടായൊരു അനുഭവം കേട്ടോ. ഞാനൊരു സെഷൻ എടുക്കുകയാണ്. 50ഓളം യുവാക്കളുണ്ട്. അവിടെ ഭഗവത്ഗീതയെ പറ്റി സംസാരിക്കാൻ ഒരു ആചാര്യം വരുന്നുണ്ട്. അപ്പം ഞാൻ അതിനു മുമ്പ് ഒരു ആമുഖം കൊടുത്താണ്, ഭഗവത്ഗീതയെ പറ്റി പഠിക്കാൻ വേണ്ടി ആചാര്യം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് 1-2 പേര് പറഞ്ഞത്, അല്ല സാർ, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞില്ലേ എന്ത്? അല്ല, ഫുട്ബോൾ കളിച്ചോളാൻ, ഭഗവത്ഗീത വേണ്ടാന്ന്. അപ്പൊ അടുത്ത 2 മണിക്കൂർ ഭഗവത്ഗീത വേണ്ട, ഒരു ഫുട്ബോൾ അവർക്ക് കൊടുക്കുക, അവര് കളിച്ചോളാം. ഇത് നമ്മൾ ശ്രദ്ധിച്ച് കറക്റ്റ് ചെയ്ത് ശരിയാക്കി കൊടുക്കേണ്ടത് തന്നെയാണ്. എന്താണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്? സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ബി ഗ്രൗണ്ടഡ്. നിങ്ങൾ ഭൂമിയിൽ നിൽക്കണം എന്നുള്ളതാണ്. ഒരു മനുഷ്യന് പല ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൽ
ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഏറ്റവും മുൻപന്തിയിലുള്ള പ്രൈമറി ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, അതിനെ പാലിച്ചതിന് ശേഷം മാത്രമാണ് മറ്റൊന്നിലോട്ട് പോകാമുള്ളൂ. എന്താണ് ഒരു ഗൃഹസ്ഥന്റെ ധർമ്മം? എന്താണ് ബ്രഹ്മചാരിയായ ഒരു വിദ്യാർത്ഥിയുടെ ധർമ്മം? വാനപ്രസ്ഥത്തിലിരിക്കുന്ന ഒരു മനുഷ്യന്റെ ധർമ്മം, സന്യാസത്തിലുള്ള ഒരു മനുഷ്യന്റെ പ്രൈമറി ധർമ്മം എന്താണത്? അത് പാലിക്കുക. എന്താണെന്ന് പറഞ്ഞു തരാൻ ഇവിടെ ഒരുപാട് മഹാരഥന്മാർ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് പാലിക്കുക. അത് പാലിക്കാൻ വേണ്ടിയിട്ടുള്ള അന്നമയ കോശത്തിനുള്ള ശക്തി നിങ്ങൾക്ക് അത്യാവശ്യമാണ് എന്നുള്ളതാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി കൂടുതൽ പ്രതിപാദിച്ചുകൊണ്ട് തന്നെ ജാനുവരി 12 അറിയാലോ, ദേശീയ യുവജന ദിനം. അത് മാത്രമല്ല, സ്വാമി വിവേകാനന്ദന്റെ സമാധി ഒരു 39 വയസ്സിൽ നടന്നുകൊണ്ട് അദ്ദേഹം ഒരു യുവാവായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അദ്ദേഹം നേരത്തെ പോയത്. യുവാവായിട്ട് തന്നെ വേണമല്ലോ. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗോസ്പൽ ഓഫ് ശ്രീ രാമകൃഷ്ണ എന്ന് പറയുന്ന വിവേകാനന്ദന്റെ ഗുരുവിന്റെ വചനാമൃതത്തിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഒരു പ്രഭാഷണത്തെ അങ്ങോട്ട് അവസാനിപ്പിക്കാം. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജീവിതവും ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ലീലയും ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ സന്ദേശങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണ് ദ ഗോസ്പൽ ഓഫ് ശ്രീരാമകൃഷ്ണ. മഹേന്ദ്രനാഥ ഗുപ്തൻ എം എന്ന് പറഞ്ഞ മാസ്റ്റർ മഹാശയൻ എന്നൊക്കെ പറയും. മഹേന്ദ്രനാഥ ഗുപ്തൻ എന്ന് പറയുന്ന ഒരു ശിഷ്യൻ ശ്രീരാമകൃഷ്ണ ദേവന്റെ ഒപ്പം നടന്ന്, ഒപ്പം ഇരുന്ന്, ഒപ്പം ജീവിച്ച്, അമ്മ യതിയുടെ ഒപ്പം ഉണ്ടായ പോലെ 50 കൊല്ലത്തിന് മുകളിൽ അദ്ദേഹത്തിന്റെ ഒപ്പം നടന്ന് ജീവിച്ച് എഴുതിയെടുത്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അദ്ദേഹം അവിടെ ഇല്ലാത്ത സമയം, അദ്ദേഹം ഒന്നങ്ങോട്ട് മാറിയ സമയം, അതൊന്നും അതിനകത്തില്ല. അദ്ദേഹം എപ്പോഴൊക്കെയാണോ കൂടെ ഉണ്ടായിട്ടുള്ളത്, എപ്പോഴൊക്കെയാണോ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നത്, അപ്പോഴുള്ള കാര്യങ്ങൾ മാത്രമാണ് ദ ഗോസ്പൽ ഓഫ് ശ്രീരാമകൃഷ്ണയിലുള്ളൂ. ഗോസ്പൽ ഓഫ് ശ്രീരാമകൃഷ്ണയുടെ മൊത്തം മൂല്യത്തെ നമുക്ക് 1-2 കഥകളിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ശ്രീരാമകൃഷ്ണദേവന്റെ അടുത്ത് ഒരു കുഞ്ഞികൃഷ്ണന്റെ വിഗ്രഹം ഉണ്ടായിരുന്നു. ശ്രീരാമകൃഷ്ണദേവന്റെ അടുത്തല്ല, ഒരു ഭക്തന്റെ അടുത്ത് ശ്രീരാമകൃഷ്ണദേവന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വിഗ്രഹം എന്ന് പറയാം. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മുടെ വീട്ടിലെ കൃഷ്ണ വിഗ്രഹമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന് ഒരു ഒടിവ്, ഒരു ചതവ്, എന്തെങ്കിലും ഒന്ന് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഉടനെ തന്നെ പുഴയിൽ കൊണ്ടുപോയി ഒരുക്കും. അങ്ങനെയാണോ? പുഴാത്തോട്. ചിലവർ പറയും അവിടെ ഒഴിക്കാൻ പോവില്ല, നമ്മളത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കണം, അല്ലേ? ഇപ്പൊ ചില ക്ഷേത്രങ്ങൾ സമർപ്പിക്കാം. അപ്പൊ അങ്ങനെ ഒരു കുഞ്ഞികൃഷ്ണന്റെ വിഗ്രഹവുമായിട്ട് ഒരു ഭക്ത, ഒരു കുടുംബം, അവർക്ക് അറിവില്ല. അപ്പൊ ആ സമയത്ത് ഗംഗയിൽ ഒഴുക്കണോ ദക്ഷിണേശ്വര ക്ഷേത്രത്തിൽ കൊടുക്കണോ എന്നൊരു കൺഫ്യൂഷനിൽ അവർ വന്നത്. അപ്പൊ ശ്രീരാമകൃഷ്ണദേവൻ എവിടെയുണ്ട്? ഈ ദക്ഷിണേശ്വര ക്ഷേത്രത്തിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷനായിട്ട്, അങ്ങനെ ഒരു സംശയമായിട്ട് അവര് ദക്ഷിണേശ്വര ക്ഷേത്രത്തിന്റെ അവിടെ എത്തി. അപ്പൊ ഇത് ഒന്ന് ഒഴുക്കുന്നതിന് മുമ്പ് ആരെങ്കിലും കൂടി ചോദിക്കണമല്ലോ. അപ്പൊ ചോദിക്കാൻ വേണ്ടി അവര് ശ്രീരാമകൃഷ്ണദേവനെ അന്വേഷിക്കുകയാണ്. അപ്പൊ അവിടെ വേറൊരു അറിവ് ഉണ്ട് എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞു. അതിന്റെ ആവശ്യമുണ്ടോ? കാരണം ഇദ്ദേഹം എന്താ പറയാൻ പോണേ നമുക്ക് അറിയില്ല. അപ്പൊ അങ്ങനെ ഈ വിഗ്രഹവുമായിട്ട് രാമകൃഷ്ണദേവന്റെ അടുത്തോട്ട് ചെന്നു. അപ്പൊ ശ്രീരാമകൃഷ്ണദേവൻ വിഗ്രഹത്തെ നോക്കി പറഞ്ഞു, ഞങ്ങൾ ഇത് ഗംഗയിൽ ഒഴുക്കണോ അതോ ഈ ഒരു ക്ഷേത്രത്തിൽ സമർപ്പിക്കണമോ എന്ന് ചോദിച്ചു. ഈ കഥകൾക്ക് പല പല വേർഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്ന വേർഷനാണിത്. അപ്പൊ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, അത് നമുക്ക് തീരുമാനിക്കാം, വരട്ടെ. നിങ്ങളുടെ കൂടെ വീട്ടിൽ നിങ്ങളുടെ കൊച്ചുകുട്ടി, ഏറ്റവും ഇളയ മകൻ അല്ലെങ്കിൽ മോന്റെ മോൻ ആയിട്ടുള്ള ഉണ്ണിക്കണ്ണൻ, ആ ഉണ്ണിക്കണ്ണന്റെ കൈക്ക് ഒരു ഒടിവ് പറ്റി. നിങ്ങൾ ഗംഗയിൽ ഒഴുക്കുകയാണെങ്കിൽ ഒഴുകിക്കോ, ഇവിടെ അമ്പലത്തിൽ കൊണ്ട് കളയാണെങ്കിൽ
ഇവിടെ കളഞ്ഞോ എന്ന് പറഞ്ഞു. അവരെന്ത് ചെയ്തു? സ്വാമി സോറി സ്വാമി അല്ലേ, ക്ഷമിക്കണം. എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് വലിയൊരു തത്വമല്ലേ? എന്താണ് അദ്ദേഹം പറഞ്ഞത്? അവിടെ തന്നെ ഒഴുക്കാം, ഇവിടെ ഒഴുക്കാം. ചോദ്യം, നമുക്ക് ആ ഒരു ബിംബവുമായി ഭഗവാൻ പ്രതിഫലിക്കുന്ന ആ ഒരു ചൈതന്യത്തിന്റെ ആ ഒരു രൂപവുമായിട്ട് താദാത്മ്യം അവർക്ക് വന്നിട്ടില്ല. അവരൊഴുക്കിയാലും കുഴപ്പമില്ല, ഒഴുക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോ അങ്ങനെ താദാത്മ്യം വന്ന ഒരാളാണെങ്കിൽ ഒരു കാരണവശാലും ഒഴുകൂല. ശരിയല്ലേ? രാശി നോക്കി ഇത് ഒഴുക്കാൻ പറഞ്ഞു, ഒഴുകി. താദാത്മ്യം വന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ഒഴുക്കാം. താദാത്മ്യം വന്നിട്ടുണ്ടെങ്കിൽ ഒഴുക്കാൻ പറ്റില്ല. കാരണം അത് നമ്മുടെ മകനാണ്, കൊച്ചുമകനാണ്, ഉണ്ണിക്കണ്ണനാണ്. ഇതാണ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ശ്രീരാമകൃഷ്ണദേവൻ എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം, രാമകൃഷ്ണനും സ്വാമിജിയും രണ്ടല്ല. ഇവർ രണ്ടുപേരുടെ കഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഇങ്ങനെ കോംപ്ലിമെന്ററി ആയിട്ടും അല്ലേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ വിവേകാനന്ദ സ്വാമികളും ശ്രീരാമകൃഷ്ണദേവനും എല്ലാം ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു സിദ്ധൻ അവിടെ വന്നു. ആ സിദ്ധൻ വളരെ വർഷങ്ങളോളം ഹഠയോഗം എല്ലാം ചെയ്ത്, രാജയോഗത്തിലും ഹഠയോഗം എല്ലാം ചെയ്ത്, പ്രാണായാമം ചെയ്യുന്നവരല്ലേ, പ്രാണായാമം എല്ലാം ചെയ്ത് വളരെ എക്സലറ്റിക് ആയിട്ടുള്ള ഒരു ലെവലിലെത്തി. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് പല പല സിദ്ധികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ശ്രീരാമകൃഷ്ണദേവനാണെങ്കിൽ അല്ലേ, അദ്ദേഹത്തെ പറ്റി വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരു സിദ്ധിയും കാണിച്ചില്ല. ഇപ്പൊ വിവേകാനന്ദ സ്വാമി പോലെയുള്ള മറ്റു ശിഷ്യന്മാർ ആലോചിക്കാറുണ്ട്, സിദ്ധി ഒന്നും ഇല്ലേ? അല്ല, കാണിക്കണ്ടോ? ശരിയല്ലേ, സിദ്ധി കാണിക്കണമല്ലോ. എന്തായാലും സിദ്ധി കാണിച്ചാലാണല്ലോ ആ ഒരു പരിവേഷമുള്ളൂ. ഒന്നും ഇല്ലേ എന്നൊക്കെ ഒരു സംശയം. അങ്ങനെ ഈ സിദ്ധം വന്ന് രാമകൃഷ്ണദേവനായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാമകൃഷ്ണൻ ചോദിച്ചു, അങ്ങ് എത്ര വർഷമായി ജപതപാദികൾ ചെയ്യാൻ തുടങ്ങിയിട്ട്? അപ്പൊ കുറെ വർഷങ്ങളായി. അപ്പം രാമകൃഷ്ണദേവൻ പറഞ്ഞു, ഞാൻ അത്രയും വർഷമൊന്നും ആയിട്ടില്ല, രാമകൃഷ്ണദേവൻ അത്രയൊന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം ചോദിച്ചു, എന്തൊക്കെ സിദ്ധി? അപ്പൊ ആ മറ്റൊരാൾ ഭഗവാനോട് ചോദിച്ചു, എന്തൊക്കെ സിദ്ധികൾ അറിയാം? രാമകൃഷ്ണദേവൻ പറഞ്ഞു, ഒന്നും ഇതുവരെ തരപ്പെടുത്താൻ പറ്റിയില്ല, ഒന്നൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. അപ്പോ വന്ന സിദ്ധനോട് തിരിച്ച് ഭഗവാൻ ചോദിച്ചു, എന്താണ് ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, 18 കൊല്ലക്കാലം നിരന്തരമായ രാജയോഗ ഹഠയോഗ പ്രയോഗങ്ങൾ കൊണ്ട് ഞാൻ ഏറ്റവും അടുത്ത് നേടിയെടുത്ത ഒരു സിദ്ധിയാണ്, ഞാനത് കാണിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങി ഗംഗയുടെ മുകളിലൂടെ നടന്നു എന്നാണ് പറയുന്നത്. ഗംഗയുടെ മുകളിലൂടെ കുറച്ചു ദൂരം അങ്ങ് നടന്നു, തിരിച്ചു കയറിപ്പോന്നു. എന്നിട്ട് വന്ന് പറഞ്ഞു, ഇതാണ് 18 വർഷമായിട്ട് ഞാൻ നേടിയെടുത്തത്, അങ്ങേക്ക് പറ്റില്ല അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്കിതിന്റെ ആവശ്യമില്ല, വഞ്ചിക്കാരൻ രാമു വരും. വഞ്ചിക്കാരൻ രാമു വരുമല്ലോ, ആ രാമുവിന് പൈസ കൊടുത്താൽ അവൻ അപ്പുറയാക്കും, ഞാനാകുമ്പോ എനിക്ക് പൈസയും മേടിക്കാറില്ല. ഇതാണോ 18 കൊല്ലം കൊണ്ട് നിങ്ങൾ തപസ് ചെയ്ത് നേടിയെടുത്തതെന്ന് ചോദിച്ചു. അന്ന് അദ്ദേഹം 2 നിമിഷം ആലോചിച്ചു, രാമകൃഷ്ണദേവന്റെ ശിഷ്യനായി എന്ന് വെച്ചാൽ ഒരു ഗൃഹസ്ഥ ശിഷ്യൻ അല്ലെങ്കിൽ അന്തരംഗ ശിഷ്യന്മാരുടെ പുറത്തുള്ള ഒരു ശിഷ്യനായി മാറി. അദ്ദേഹത്തിന്റെ പേരുകളൊന്നും പിന്നെ പറഞ്ഞു കേട്ടിട്ടില്ല, ശിഷ്യനായി മാറി. രാമകൃഷ്ണദേവൻ പറഞ്ഞത്, നിങ്ങളുടെ ആത്മീയ പുരോഗതിക്ക് ഏറ്റവും തടസ്സം വരുത്തുന്നത് എന്താണ്? അഷ്ടസിദ്ധികളാണ്. ആത്മീയ പുരോഗതിക്ക് തടസ്സം വരുത്തുന്നത് അഷ്ടസിദ്ധികളാണ്. അഷ്ടസിദ്ധികളിൽ നിന്ന് അഷ്ടസിദ്ധികളാകുന്ന ഈ ഒരു ഭവ ലോകത്തിലൂടെ അതിനെ തരണം ചെയ്ത് എന്നെ സഹായിക്കണമേ ഭവതാരിണി എന്നാണ് രാമകൃഷ്ണദേവൻ പ്രാർത്ഥിച്ചത്. ഇതാണ് രാമകൃഷ്ണദേവൻ സ്വാമി വിവേകാനന്ദന് കൊടുത്ത ഏറ്റവും ആദ്യത്തെ ഉപദേശം. എന്ത്? വെറുതെ അഷ്ടസിദ്ധികളുടെ
പുറകെ ഒന്നും പോവരുത്. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ മാജിക് ഒന്നും കാണിക്കാത്തത്. ഇതാണ് പോയിന്റ്. വിവേകാനന്ദ ദിഗ്വിജയത്തിലും വിവേകാനന്ദ വിജയങ്ങളിലും മാജിക്കുകളൊന്നും പറയാനില്ല. കാരണം മാജിക് കാണിച്ചാൽ അപ്പോ വിവേകാനന്ദൻ കേൾക്കുന്ന പറഞ്ഞ എന്ത് അമ്മേ എന്ന സൗണ്ട് കേൾക്കും. ഞങ്ങൾ വെറുതെ പറയുന്നതാണ്. അതായത് അദ്ദേഹം അവിടെ ആ ഒരു ചാണ് അദ്ദേഹത്തിന്റെ കയ്യിലാണ്. സ്വാമി വിവേകാനന്ദൻ ഭഗവാന്റെ അടുത്ത് വന്നു കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ ഇന്നർ സർക്കിളിൽ പറഞ്ഞിട്ടുള്ള വാമൊഴിയിൽ നിന്നുള്ള അറിവ് വരുമ്പോൾ തന്നെ ഭാവസമാധി അല്ലെങ്കിൽ നിർവികൽപ്പ സമാധി വിവേകാനന്ദ സ്വാമികൾക്ക് കൊടുക്കാം എന്ന് തന്നെയാണ് ഭഗവാൻ തീരുമാനിച്ചത്, രാമകൃഷ്ണദേവൻ തീരുമാനിച്ചത് എന്നുള്ളതാണ്. കുറെ നാളായി ഭഗവാന്റെ അടുത്ത്, ശ്രീരാമകൃഷ്ണദേവന്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ച് വിവേകാനന്ദൻ ദൈവമുണ്ടോ ദൈവമില്ലേ ചോദ്യങ്ങൾ ചോദിച്ച അവസാനം ശ്രീരാമകൃഷ്ണദേവന് പൊറുതിമുട്ടി. ഇവനോട് എന്ത് പറഞ്ഞാലും ഇവൻ ഈ ചോദ്യമുള്ളൂ. മാത്രമല്ല വലിയ സദസ്സുകളുടെ ഇടയ്ക്ക് വൻ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഈ വിവേകാനന്ദ സ്വാമിനെ വിളിച്ചുകൊണ്ട് ഭഗവാൻ അപ്പുറത്തോട്ട് പോയി എന്നെ ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്നെ മനസ്സിലായില്ലേ, ഞാന് ഏത് നരനാരായണ? വിവേകാനന്ദ പറഞ്ഞു ഏത്, എനിക്കൊന്നും ഓർമ്മയില്ല. ശരീരം എടുത്തല്ലോ, അത് ലീലയായിരിക്കാണല്ലോ. അപ്പം ഇദ്ദേഹം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന പറഞ്ഞേ, ആഹാരമൊന്നും കഴിക്കില്ല. എന്നിട്ട് ശ്രീകോവിലിൽ പോയിട്ട് ഭവതാരൻ്റെ അടുത്ത് കംപ്ലൈന്റ് പറയും. എന്താണ് കംപ്ലൈന്റ്? അതെ അമ്മേ, അവൻ എന്നെ ഇതുവരെ മനസ്സിലായില്ല, എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഇങ്ങനെ പറഞ്ഞ് അമ്മയാണെങ്കിട്ട് അതിനൊരു ഉത്തരവും തരുന്നില്ല. വിവേകാനന്ദ സ്വാമികളെ ഇദ്ദേഹത്തെ തിരിച്ചറിയിപ്പിക്കുന്നില്ല. ഇദ്ദേഹം ശിഷ്യനാണ്, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണം, ഇതൊന്നും വിവേകാനന്ദ സ്വാമികൾ തിരിച്ചറിയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോ അമ്മയോട് രാമകൃഷ്ണദേവൻ ഒരു പക്ഷെ പറഞ്ഞിരിക്കണം, ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. അങ്ങനെ സ്വാമികള് വിവേകാനന്ദ സ്വാമികള് നരേൻ എന്നാണ്, നൊരേൻ എന്നൊക്കെ പറയും. നരേൻ വിവേകാനന്ദ സ്വാമികൾ ഭഗവാനെ വിളിച്ചത് ഠാക്കൂർ എന്നാണ്. ഠാക്കൂർ എന്ന് വിളിക്കും, രാമകൃഷ്ണദേവൻ നൊരേൻ എന്ന് വിളിക്കും. അങ്ങനെ നൊരേനായ നരേന്ദ്രനാഥ ദത്തൻ ഈ പറയുന്ന അടുത്ത സെറ്റ് ഓഫ് ചോദ്യങ്ങളായിട്ട് രാമകൃഷ്ണദേവന്റെ അടുത്തെത്തും. രാമകൃഷ്ണദേവന്റെ അടുത്ത് എത്തുക എന്ന് മാത്രമല്ല കേട്ടോ, എത്തിക്കഴിഞ്ഞ് തിരിച്ചു കാളവണ്ടിയിൽ പോകുന്ന സമയത്ത് രാമകൃഷ്ണദേവനെ മൊത്തം ഇമിറ്റേറ്റ് ചെയ്ത് കളിയാക്കും. ആര്? വിവേകാനന്ദ സ്വാമി ബാക്കി സുഹൃത്തുക്കളുടെ ഒപ്പം. ഇന്ന് ആ പ്രാന്തൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്ന് ചോദ്യങ്ങളുടെ ശരങ്ങൾ കൂടിയപ്പോൾ ഒരു ദിവസം ഒറ്റയ്ക്ക് ആരുമില്ലാത്തൊരു സമയത്ത് വിവേകാനന്ദ സ്വാമികൾ അല്ലെങ്കിൽ നൊരേൻ ശ്രീരാമകൃഷ്ണദേവന്റെ കിടപ്പുമുറിയിലോട്ട് ചെന്നു. അവിടെ ചെന്ന് കട്ടിലിൽ ഇരിക്കാൻ പറയുകയും കട്ടിലിരുന്ന വിവേകാനന്ദനെ കയ്യിൽ ഷോൾഡറിനോട് ചേർത്ത് താഴത്തോട്ടേക്ക് വലിച്ചിറക്കി ഹൃദയ ചക്രത്തിൽ, അത് എവിടെയാന്നുള്ളതിൽ ഭയങ്കര സംവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ, ഒരു ചവിട്ടം കൊടുത്തു. ആര്? ശ്രീരാമകൃഷ്ണദേവൻ. ഹൃദയചക്രം ഹൃദയത്തിലാണോ? അനാഹത ചക്രം തന്നെയാണോ ഹൃദയചക്രം? അനാഹതത്തിനും വിശുദ്ധിക്കും ഇടയ്ക്കാണോ? രമണ മഹർഷി പറഞ്ഞിരിക്കുന്ന അവിടെ ഒന്നുമല്ല, കുറച്ച് വലതു ഭാഗത്താണ് എന്നൊക്കെ പറയുന്നുണ്ട്. കൺഫ്യൂഷൻ ഉണ്ട്. വേദാന്ന് വെച്ചാൽ ഹൃദയചക്രത്തിൽ ശക്തമായൊരു ചവിട്ടങ്ങ് വെച്ചു കൊടുത്തു. ചവിട്ട് വച്ചു കൊടുത്തത് മാത്രമാണ് ആർക്കും ഓർമ്മയുള്ളൂ? വിവേകാനന്ദ സ്വാമികൾക്ക് ഓർമ്മയുള്ളൂ. 5-6 മണിക്കൂറുകൾക്ക് ശേഷമാണ് വിവേകാനന്ദ സ്വാമികൾ എഴുന്നേറ്റത്. എഴുന്നേറ്റ് ചെന്ന് രാമകൃഷ്ണദേവന്റെ അടുത്ത് ചെന്നപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ സാരമില്ല പൊക്കോട്ടെ എന്നെല്ലാം വിവേകാനന്ദനോട് പറഞ്ഞു. ചവിട്ടിയപ്പോൾ നരേന്ദ്രനായിരുന്നു, എഴുന്നേറ്റ് വന്നപ്പോൾ വീരേശ്വരനായിരുന്നു, വിവേകാനന്ദനായിരുന്നു. എന്നിട്ട് വിവേകാനന്ദ സ്വാമി ശ്രീരാമകൃഷ്ണദേവനോട് പറഞ്ഞു, എനിക്ക് അച്ഛനുണ്ട്, എനിക്ക് അമ്മയുണ്ട്, കുടുംബമുണ്ട് എന്നെല്ലാം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ വിവേകാനന്ദ സ്വാമിയോട് പറഞ്ഞു, നീ പേടിക്കണ്ട, ഇതിന്റെ താക്കോൽ എൻ്റെ കയ്യിലാണ്, ആവശ്യം വരുമ്പോൾ ഞാൻ തരുന്നതായിരിക്കും. പിന്നീട് കൊടുത്തിട്ടേ ഇല്ല. കൊടുത്തു കേട്ടോ, കൊടുത്തതിനെ പറ്റി പറഞ്ഞിട്ട് അവസാനിക്കാം. പിന്നീട് വിവേകാനന്ദ സ്വാമി ഇരുന്ന എല്ലാ ദിവസവും ഈ ധ്യാനവും ജപവും ഭയങ്കര പങ്കപ്പാടുകളൊക്കെയാണ്. സംഭവം കിട്ടുന്നില്ല.
അങ്ങനെ വിവേകാനന്ദ സ്വാമിയും ശ്രീരാമകൃഷ്ണദേവനും തമ്മിൽ ഒരു 2-3 വർഷത്തെ സമ്പർക്കമാണ് ഉള്ളൂ കേട്ടോ, അത് ഫിസിക്കൽ ബോഡിയിൽ. 86-ൽ ശ്രീരാമകൃഷ്ണദേവന്റെ മഹാസമാധി സമയത്ത് സമാധിക്ക് കുറച്ചു മുമ്പ് വിവേകാനന്ദ സ്വാമി ഇങ്ങനെ അടുത്തിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇയാൾ ഈ രാമനും കൃഷ്ണനൊക്കെ തന്നെയാണോ? ഇങ്ങോട്ട് കിടന്ന് ഇങ്ങനെ ചുമച്ചോണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ തന്നെയാണ് അദ്ദേഹം ആലോചിച്ചത്. അത് എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അദ്ദേഹം ശ്രീരാമൻ ഭഗവാനാന്ന് പറയുന്നു, ശ്രീകൃഷ്ണൻ തന്നെയാന്ന് പറയുന്നു, ചൈതന്യം ഒന്നാന്ന് പറയുന്നു. ഭയങ്കര ചുമ, കാരണം രോഗമാണല്ലോ. മാത്രമല്ല രോഗവും വന്നു. രോഗമൊക്കെ വരേണ്ട ആവശ്യമുണ്ടോ? ഭഗവാനല്ലേ. അങ്ങനെ ഇരിക്കുമ്പോൾ സമാധിക്ക് കുറച്ച് മുമ്പ് ഈ ശ്രീരാമകൃഷ്ണദേവൻ കണ്ണൂർന്ന് പറഞ്ഞേ, എടേ രണ്ടും ഞാൻ തന്നെയാ, നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാ എന്ന് പറഞ്ഞു. അവിടെ ചുറ്റും കൂടി ആൾക്കാർക്കൊന്നും മനസ്സിലായില്ല. രണ്ടും ഞാൻ തന്നെ, എല്ലാ ചൈതന്യവും ഒന്ന് തന്നെ. പിന്നെ മനസ്സുകൊണ്ട് പറഞ്ഞു, നീയോ അത് തന്നെയാ. വിവേകാനന്ദ സ്വാമിയെ ഭഗവാന്റെ സമാധിക്ക് ശേഷം വിവേകാനന്ദ സ്വാമിക്ക് വീണ്ടും ഒരു തോന്നൽ, ഒരു ഗുരു കൂടി ആയിക്കളയാ വേണ്ടേ. ഒരു ഗുരു പോയി, ഒരു ഗുരുവിനെ കൂടി. അപ്പൊ അദ്ദേഹം സ്ഥിരം പോകാറുള്ള, പേരുകൾ പറയുന്നില്ല, മറ്റൊരു ഗുരുവിന്റെ അടുത്തോട്ട് ചെന്നു. ആ ഗുരുവിന്റെ അടുത്ത് നിന്നപ്പോ ആ ഗുരു പറഞ്ഞു, എനിക്ക് ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഗുരുക്കന്മാര് കണ്ടീഷൻ വയ്ക്കുമല്ലോ. ഐ ഹാവ് ഓൺലി വൺ കണ്ടീഷൻ. എന്താണ് ആ കണ്ടീഷൻ? അകത്ത് എൻ്റെ ഗുരുവുണ്ട്, എനിക്ക് അദ്ദേഹത്തോടൊന്ന് ചോദിക്കണം, അദ്ദേഹം സമ്മതിച്ചാൽ നിന്നെ ശിഷ്യനായി ഏറ്റെടുക്കാം. ഞാൻ പറഞ്ഞു, പേടിക്കേണ്ട ആവശ്യമില്ല, ചോദിച്ചോളൂ, അദ്ദേഹം സമ്മതിച്ചാൽ മാത്രം മതി. അങ്ങനെ ഇദ്ദേഹം അകത്ത് പോയി ചോദിച്ചു. അകത്ത് പോയി ചോദിച്ച് തിരിച്ചു വന്ന് വിവേകാനന്ദ സ്വാമികളുടെ അടുത്ത് പറഞ്ഞു, അതെ, നോ എൻട്രി. എന്താണ്? ശിഷ്യനാക്കണ്ടെന്നാ പറഞ്ഞേ. നിനക്ക് ഓൾറെഡി ഒരു ഗുരു ഉണ്ട്, അതുകൊണ്ട് ശിഷ്യനാക്കണ്ട എന്ന് പറഞ്ഞു. വിവേകാനന്ദ സ്വാമി പറഞ്ഞു, അന്നാ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ഞാനൊന്ന് കണ്ടു പറഞ്ഞേക്കാം. എന്നെ ഒന്ന് കണ്ട് സംസാരിച്ചതിന് ശേഷം എനിക്കൊരു അവസരം. പിന്നെന്താ എന്ന് പറഞ്ഞ് ഇദ്ദേഹം വിളിച്ചുകൊണ്ട് പോയി അകത്തൊരു ഒഴിഞ്ഞ മുറിയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് ഭിത്തിയിലോട്ട് കാണിച്ചു കൊടുത്തു. ഭിത്തിയിൽ ശ്രീരാമകൃഷ്ണദേവന്റെ ഫോട്ടോ. വിവേകാനന്ദൻ പറഞ്ഞത്, സർവശക്തി ഉപയോഗിച്ച് ഞാൻ ഓടി. അയാൾ അവിടെയും സർവശക്തിയും ഉപയോഗിച്ച് വിവേകാനന്ദൻ ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റൊരു ശിഷ്യൻ ചോദിച്ചു, അങ്ങേക്കും ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ? ലോകം മൊത്തം ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, പ്രഗൽഭൻ, സുന്ദരൻ, സുമുഖൻ, ശക്തിമാൻ, എന്താണ് വേണ്ടാത്തത്? അങ്ങേക്കും ഇല്ലേ ആഗ്രഹങ്ങളൊക്കെ? വിവേകാനന്ദൻ തമാശ പറഞ്ഞു, ആഗ്രഹമൊക്കെ ഉണ്ട്, ഒരു കാര്യമില്ല, എൻ്റെ കടിഞ്ഞാൻ താക്കോൽ ഒരു ഭ്രാന്തന്റെ കയ്യിലാണ്, ഒരു ഭ്രാന്തൻ പൂജാരിയുടെ കയ്യിലാണ്. പ്രിയമിത്രങ്ങളെ, വിവേകാനന്ദന്റെ ദിഗ്വിജയമല്ല, അദ്ദേഹത്തിൻ്റെയും കൂടിയാണ്. ശ്രീരാമകൃഷ്ണ ദിഗ്വിജയമാണ്. വിവേകാനന്ദ സ്വാമികൾ ഒരുപാട് കേട്ടു, സാഹിത്യങ്ങൾ കേട്ടു, എഴുത്തുകളെ പറ്റി വായിച്ചിട്ടുണ്ടാവും. സ്വാമി വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തെ പറ്റി, വിവേകാനന്ദ സാഹിത്യ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സ്വാമി വിവേകാനന്ദ സാഹിത്യ സർവസ്വം, അത് വായിച്ചിട്ടുണ്ടാവും. വിവേകാനന്ദനെ പറ്റി ഒരുപാട് സന്യാസി വര്യന്മാർ പറഞ്ഞിട്ടുള്ളത് വായിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഒരവസരത്തിൽ, ഒരു പക്ഷേ ലോകർക്ക് അധികം അറിയാത്തതായ കാര്യം, ഒരവസരത്തിൽ വിവേകാനന്ദ സ്വാമികൾ പുറത്തുള്ള പ്രഭാഷണങ്ങളും തൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സമാധിക്ക് വളരെ കുറച്ച് മുമ്പ് തന്നെ. ആ സമയത്താണ് അദ്ദേഹം ഈ രാമകൃഷ്ണ മിഷന്റെ സ്ഥാപനം, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. അദ്ദേഹം അത് സ്ഥാപിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു നിശബ്ദതയിലോട്ട് പോയത്, അദ്ദേഹത്തിന്റെ ആശ്രമത്തിലുള്ള ശിഷ്യന്മാരെ മാത്രമാണ് അഭിസംബോധന ചെയ്തിരുന്നത് അതിനുശേഷം. അതിനു മുമ്പ് അദ്ദേഹം പ്രഭാഷണങ്ങളും യാത്രകളും പ്രവർത്തനങ്ങളും എല്ലാമായിട്ട് വളരെ വ്യാപൃതനായിരുന്നു. ഏതൊരവസരത്തിലാണോ സ്വാമി വിവേകാനന്ദൻ ഒരിക്കലും ഒരു അമർനാഥ് യാത്ര പോയത്, എൻ്റെ വർഷം ചരിത്രപരമായിട്ടും ഡോക്യുമെന്റുമായിട്ടുമില്ല, സമാധിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏതൊരു വർഷമാണോ അദ്ദേഹം അമർനാഥ് യാത്രയ്ക്ക് പോയത്, അമർനാഥ് യാത്രയിൽ അമർനാഥിൽ വച്ച് ഭഗവാനെ കണ്ടപ്പോൾ ആ താക്കോൽ ശ്രീരാമകൃഷ്ണദേവൻ നൽകി എന്നാണ് പറയപ്പെടുന്നത്. അത് നൽകിയതിന് ശേഷം വിവേകാനന്ദ സ്വാമികൾ നിശബ്ദതയിലായിരുന്നു, ആത്മാവിന്റെ ഭാഷയിലായിരുന്നു. 1902 അദ്ദേഹം ഫിസിക്കൽ ബോഡിയിൽ നിന്ന്, അല്ലെ അങ്ങനെ പറയാം,
ഈ കാണുന്ന അന്നമയ കോശത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ശരീരത്തിൽ നിന്ന് മറ്റെന്തൊന്നിലോട്ടോ പോയി ലയിച്ചു. അപ്പോൾ അതിനു മുമ്പുള്ള ആശ്രമത്തിലെ ശിഷ്യന്മാരുമായിട്ടുള്ള തൻ്റെ സംഭാഷണങ്ങളിൽ പലരും ചോദിക്കാറുണ്ട്, അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒന്നില്ലേ, നമുക്ക് നല്ലൊരു ഗുരു ഉണ്ടെങ്കിൽ ആ ഗുരുവിന് ശേഷം എന്ത് എന്നുള്ളൊരു ചോദ്യം എപ്പോഴും ഉണ്ട് അല്ലേ? ഇപ്പോഴും പല ഗുരുക്കന്മാരുണ്ട് അല്ലേ? അവരെല്ലാവരും അതിനൊക്കെ ശേഷം എന്താണ് ഒരു സംശയം, പ്രായമായവർക്കൊക്കെ ഇതിനൊക്കെ ശേഷം എന്ത്? അപ്പോ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് എന്താണ്? അതിനെപ്പറ്റി ഓർത്ത് നിങ്ങൾ ദുഃഖിക്കണ്ട. എൻ്റെ ഗുരുനാഥന്റെ അലയൊളികൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. നിങ്ങളിൽ ആർക്കാണോ അതിലോട്ട് എത്താൻ പറ്റുന്നത്, ആർക്കാണോ അതിൽ നിന്ന് ആ സന്ദേശങ്ങളെ ഉള്ളിലോട്ട് സംശീകരിക്കാൻ പറ്റുന്നത്, അന്ന് വരെ അതുണ്ട്. അത് ഒരു സംവത്സരത്തോട്ട് എന്തായാലും പോകില്ല. നമ്മൾ എന്താണ് ഇവിടെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഓരോരുത്തരും ഇപ്പൊ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എല്ലാം എന്താണ്? ഈ സത്രത്തിന്റെ ഭാഗമായി, ഈ ഒരു സെഷന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ പറ്റി തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ പറ്റി ഏതോ ഒരാൾ ഒന്ന് പറയുന്നു, അദ്ദേഹത്തിന്റെ ഉപകരണമായിട്ടുള്ള ഒരാൾ. ആ ആൾ പറയുന്ന കാര്യങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരും, ആ ആൾ ഉൾപ്പെടെ, ആ ഉപകരണം ഉൾപ്പെടെ എന്താണ് ചെയ്യുന്നത്? ആ അലയൊലികളിലോട്ട് ബന്ധപ്പെടുകയാണ്. ഇത് അദ്ദേഹത്തിന്റെ നിശ്ചയമാണ്. അദ്ദേഹം തന്നെയാണ് രാമനും, അദ്ദേഹം തന്നെയാണ് കൃഷ്ണന്, നീയും അതാണ്. ഇതിന്റെ ഒരു സമാപനം, ഈ ഒരു സെഷന്റെ സമാപനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാക്ക് എന്തായിരിക്കണം എന്ന് വെച്ചാൽ, ദയവായി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭാഗവത പഠനത്തോടൊപ്പം, ഭഗവത്ഗീത പാരായണത്തോടൊപ്പം തീർച്ചയായിട്ടും ശ്രീരാമകൃഷ്ണ വചനാമൃതവും തരം കിട്ടുവാണെങ്കിൽ വായിക്കണം. മുതിർന്നവരോടാണ്. പ്രിയപ്പെട്ട യുവാക്കളെ, തീർച്ചയായിട്ടും നിങ്ങൾ, വിദ്യാർത്ഥികളെ, രാമകൃഷ്ണ വചനാമൃതം മുതിർന്നവർ തൽക്കാലം വായിക്കട്ടെ. നിങ്ങൾക്കും വായിക്കാം, കുഴപ്പമില്ല. പക്ഷേ വിവേകാനന്ദ സാഹിത്യ സർവസ്വം തീർച്ചയായും വായിക്കണം. കാരണം ഇവിടെ എന്നെ പരിചയപ്പെടുത്തിയ അദ്ദേഹം പറഞ്ഞതുപോലെ കാലിക പ്രസക്തിയുള്ള ഒന്നാണത്. നമ്മുടെ ഇപ്പോൾ നാടിനെ നയിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ, ഇപ്പോൾ ഇതിനു മുമ്പ് മഹാരഥന്മാരായിട്ടുള്ള സന്യാസി വര്യന്മാരുൾപ്പെടെ, നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി ഉൾപ്പെടെ, നമ്മുടെ പോരാട്ട വീര്യങ്ങളെ, അതിൻ്റെ പോരാട്ട വീര്യങ്ങളുടെ മൂർദ്ധഭാവമായിട്ടുള്ള സുഭാഷ് ചന്ദ്രബോസ് ഉൾപ്പെടെ, ഇവരെല്ലാവരും ഏതൊരു വ്യക്തിയെയാണോ തൻ്റെ ആദർശ പുരുഷനായിട്ട് കണ്ടത്, ആ വ്യക്തിയെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. അവസാനമായി ഒരു ശിഷ്യൻ വിവേകാനന്ദനോട് ചോദിച്ചു, ഞാനൊരു കൃഷ്ണഭക്തനാണ്. യുവാവാട്ടോ, ഒരു യുവാവാണ് ചോദിച്ചത്. അപ്പൊ അദ്ദേഹത്തിനുള്ള ഉത്തരമായിരിക്കും, അപ്പൊ ഞാൻ എങ്ങനെയുള്ള കൃഷ്ണനെയാണ് എൻ്റെ മാനസിക, എൻ്റെ ഇഷ്ടയായിട്ട് കാണുന്നത്, എൻ്റെ ഇഷ്ടദേവതയായിട്ട് എങ്ങനെയുള്ള കൃഷ്ണൻ എങ്ങനെ ഇരിക്കണം എന്ന് വിവരിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ വിവേകാനന്ദ സ്വാമി പറഞ്ഞു, അവനെ ശരിക്കും നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു, യുവാവായ നീ കർമ്മധീരനായിരിക്കണം, രാഷ്ട്രബോധം വേണം, ശക്തിയുള്ളവനായിരിക്കണം. തൽക്കാലം ഗോപികമാർക്ക് വേണ്ടി ഓടക്കുഴൽ ഊതുന്ന ഭഗവാൻ നമുക്ക് യുവാക്കളോട് കേട്ടോ, നമുക്ക് തൽക്കാലം അദ്ദേഹത്തിനെ ഒന്ന് മാറ്റിവെച്ച് പാർത്ഥന്റെ സാരഥിയായിട്ടുള്ള കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ യുദ്ധകാഹളം മുഴക്കുന്ന മഹാസുദർശനന്റെ യജമാനൻ ആരാണ്? കൃഷ്ണായ ഗോവിന്ദായ, അല്ലെ, ഗോപീജനവല്ലഭായ യജമാനായിട്ടുള്ള ഭഗവാനെ നീ
ഉപാസിക്കണം. അതെല്ലാം കഴിഞ്ഞ്, കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഭഗവാൻ തന്നെ ഓടക്കുഴൽ കൊടുത്ത് വന്നോളും. പ്രിയ യുവാക്കളെ, കർമ്മധീരരായിരിക്കണം. പാർത്ഥന്റെ സാരഥിയായിട്ടുള്ള യുദ്ധക്കാഹളം മുഴക്കുന്ന മഹാസുദർശന്റെ യജമാനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ആദർശ പുരുഷനാവണം. എന്റെയും ഓടക്കുഴലൂതി നമ്മുടെ എല്ലാവരെയും ആ ഒരു മഹാലയനത്തിലോട്ട് നയിക്കുന്ന, നമ്മളെല്ലാം പരമാത്മാവിലോട്ട് എത്തിക്കുന്ന അവതാര പുരുഷനായിട്ടുള്ള ഭഗവാനായിട്ടുള്ള കൃഷ്ണനാകണം മറ്റുള്ള എല്ലാവരുടെയും ആദർശ പുരുഷൻ.